അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. സമസ്തയിലെ മതപ്രഭാഷകർക്കിടയിലെ ഏറ്റവും വലിയ അവസരവാദികളിൽ ഒരാളാണ് റഹ്മത്തുള്ളാഹ് കാസിമി മുത്തേടം. ഇയാളുടെ പരസ്പര വിരുദ്ധമായ നിലപാടുകളും പ്രസംഗങ്ങളും പ്രസ്താവനകളും നമ്മൾ പല പ്രാവശ്യം തുറന്നു കാണിച്ചതാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രഭാഷണ വേദിയിൽ തൻ്റെ മുൻപിലിരിക്കുന്ന ആ ഓഡിയൻസ് അവർക്കനുസരിച്ച് പ്രസംഗിക്കുക എന്നുള്ളത് ഇയാളുടെ ഒരു സ്ഥിരം ഹോബിയാണ്. ആ പ്രസംഗം ഇന്നലെ താൻ പ്രസംഗിച്ചതിനെതിരായിരുന്നോ, ഇന്ന് താൻ പ്രസംഗിക്കുന്ന കാര്യങ്ങൾക്കെതിരെ നാളെ പ്രസംഗിക്കേണ്ടി വരുമോ എന്നൊന്നും ഈ മനുഷ്യൻ ചിന്തിക്കാറില്ല. കാറ്റത്തെ കരിയില പോലെ പ്രത്യേകിച്ച് നിലപാടൊന്നുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പാറിക്കളിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ കാസിമി. നമുക്കറിയാം, ഒരു കാലത്ത് ഇയാൾ ഈ സമസ്തക്കാർക്കിടയിലെ കള്ള ഔലിയാക്കൾക്കെതിരെയും കള്ള കറാമത്തുകൾക്കെതിരെയും ആഞ്ഞടിച്ചൊരു വ്യക്തിയായിരുന്നു. ആരാണ് കള്ള ഔലിയാക്കൾ, എന്താണ് കള്ള കറാമത്തുകൾ? ഇത് ഇന്നും സമസ്തക്കാർക്ക് വ്യക്തമാക്കി തരാൻ പറ്റാത്തൊരു സമസ്യയാണിത്. സമസ്തക്കാരുടെ വീക്ഷണത്തിൽ കള്ള ഔലിയാക്കളെയും യഥാർത്ഥ ഔലിയാക്കളെയും തിരിച്ചറിയാനുള്ള മാനദണ്ഡം എന്താണ്? കള്ളക്കറാമത്തിനെയും യഥാർത്ഥ കറാമത്തിനെയും വേർതിരിക്കാനുള്ള അളവുകോൽ എന്താണ്? ഈ വക ചോദ്യങ്ങൾക്കൊന്നും ഒരു സമസ്തക്കാരനും കൃത്യമായൊരു മറുപടി ഇല്ല. അവരെ സംബന്ധിച്ചിടത്തോളം മറ്റേ ഗ്രൂപ്പിന്റെ ഔലിയ ഇവർക്ക് കള്ള ഔലിയാണ്, ഇവരുടെ കറാമത്തുകൾ മറ്റേ ഗ്രൂപ്പിന് കള്ള കറാമത്തുകളാണ്. അതുമായി ബന്ധപ്പെട്ട് യഥേഷ്ടം പ്രസംഗങ്ങൾ ഇവർ നടത്തിയിട്ടുണ്ട്. എതിർ ഗ്രൂപ്പിന്റെ വലിയ തമ്മാടിയായും ഗുണ്ടാ നേതാവായും ഇവർ ചിത്രീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എതിർ ഗ്രൂപ്പ് പ്രചരിപ്പിക്കുന്ന കറാമത്തുകളെ കള്ള കറാമത്തുകളെ ഇവർ പ്രചരിപ്പിക്കും. എന്നാൽ ഇവർ പറയുന്നത് അതൊക്കെ യഥാർത്ഥ കറാമത്തുകൾ. ഇതിന്റെ ഒരു ഭാഗമാണ് റഹ്മത്തുള്ളാഹ് കാസിമിയും. ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾ കള്ള കറാമത്തുകൾക്കെതിരെയും കള്ള ഔലിയാക്കൾക്കെതിരെയും ഒരു കാലത്ത് ശക്തമായി ആഞ്ഞടിച്ച വ്യക്തിയാണ്. ഇത്തരത്തിൽ ഒരുപാട് കാലം, വർഷങ്ങളോളം കേരളത്തിലെ ഖുറാഫികളായ അന്ധവിശ്വാസികളായ ഈ സമസ്തക്കാർ തലയിലേറ്റിക്കൊണ്ട് നടന്നിരുന്ന ഒരു കള്ള വലിയായിരുന്നു താനൂർ ഉപ്പാപ്പ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തി. അയാളെ പിന്നീട് ആരൊക്കെയോ തല്ലിക്കൊന്നു. ഒരു കാലത്ത് കേരളത്തിലെ സമസ്തക്കാർക്കിടയിൽ ഒരു തരംഗമായിരുന്നു ആ ചങ്ങായി. ആ വ്യക്തിയെക്കുറിച്ച് ഈ റഹ്മത്തുള്ളാഹ് കാസിമി വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ ഒരു പ്രസംഗത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഈ ഒരു അവസരത്തിൽ ഈ കന്നാസ് മുഴുവൻ തീർന്ന ഒരു 8 കൊല്ലം മുമ്പ് താനൂരിലേക്ക് അഡീഷണൽ ബസ് സർവീസ് ഉണ്ടായി. ആ മലപ്പുറം ജില്ലയിലേക്ക് പെണ്ണുങ്ങൾ മുഴുവൻ നേരം വെളുത്താൽ അങ്ങോട്ട്, നേരം വെളുത്ത് ഇപ്പോഴുണ്ട്, ചില പ്രദേശങ്ങളിലൊക്കെ ഉണ്ട്, ഞാൻ വിശദീകരിക്കണില്ല. അതൊക്കെ ആരോഗ്യകരമല്ലാത്ത ചികിത്സകളാകുന്നു. ചില പ്രദേശങ്ങളിലൊക്കെ ബസ് ഇങ്ങനെ ഫുൾ ലോഡ് വന്നിട്ട് ചിലടത്ത് വന്ന് ഇറക്കി പോകുന്ന ചില സിദ്ധപ്പണികൾ ഇന്നും നമ്മുടെ നാട്ടിൽ നടക്കുന്നു. അതത്ര നല്ല ഒരു ഏർപ്പാടൊന്നുമല്ല. അതിന് വലിയ വിഷയം എന്താണെന്നറിയോ ഉണ്ടായത്? ഇങ്ങനെ ഊതി വെള്ള ഊതി കൊടുത്ത് ഈ കന്നാസ് നിറച്ചു കൊണ്ടുപോയി ചാപ്പനങ്ങാടി, പരപ്പനങ്ങാടി, താനൂര്, തിരൂര്, വൈലത്തൂര്, കോട്ടക്കല്, അടുക്കുള്ള ചട്ടിപ്പറമ്പ്, ആ ഭാഗത്തുള്ള മുഴുവനും പൊടി പിടിച്ച കന്നാസ് മുഴുവനും ഒക്കെ തീർന്നു. വെള്ളം കുത്തിന് ഊതി കൊടുക്കാൻ നേരം കിട്ടാഞ്ഞിട്ട് കിണറ്റിൽ ഊതി മുക്കിക്കൊണ്ടുപോകാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. മനസ്സിലായില്ല? അതറിഞ്ഞിട്ടില്ല നിങ്ങൾ? അവസാനം വിവരം കിട്ടിയത് മുറിച്ചിട്ടില്ലായിരുന്നു എന്നാ. തിരിഞ്ഞില്ല. ഷെയ്ഖുനാൻ്റെത് മുറിച്ചിട്ടില്ലായിരുന്നു, തിരിഞ്ഞില്ല. ഞാൻ ഇനി വിശദീകരിക്കണില്ല, എനിക്ക് പരിധിയുണ്ട്. തിരിഞ്ഞില്ലല്ലോ പ്രശ്നം. ഇനി എന്താ ബാവ അതിനേക്കാളൊരു പച്ച പറയല്? ഈ ഷെയ്ഖുനാൻ്റെത് മുറിച്ചിട്ടില്ല, മാർക്ക് കല്യാണം കഴിച്ചിട്ടില്ല, സാധനം നമ്മളാളല്ല. എന്നെ കാര്യം കേട്ടില്ലേ? കാസിമി ഈ പറയുന്നതിനേക്കാൾ 10 മടങ്ങ് ഭീകരമായിരുന്നു അന്നത്തെ ഒരു സിറ്റുവേഷൻ സമസ്തക്കാർക്കിടയിൽ. ഈ താനൂര് പാപ്പ എന്ന് പറയുന്ന ഈ തമ്മാടി ഇപ്പം പറഞ്ഞല്ലോ മുറിച്ചിട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ആ ചങ്ങാതിനെ കാണാൻ വേണ്ടി രാത്രി 12 മണിക്കും 1 മണിക്കും 2 മണിക്കൊക്കെ പെണ്ണുങ്ങൾ കൂട്ടം കൂട്ടായിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ പൊടി പിടിച്ച കന്നാസും തപ്പിപ്പെറുക്കി താനൂര് പോയി മണിക്കൂറുകളോളം ക്യൂ നിന്ന ചരിത്രമൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്. കാരണം ഇവർ എവിടെ ഒരു സാധനം ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ സമസ്തന്റെ പെണ്ണുങ്ങൾ ഓടിക്കോളുമല്ലോ. ഓർക്ക് പിന്നെ മുറിച്ചക്കണോ മുറിച്ചിട്ട് ചെയ്യുന്ന മാടി വെക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഔലിയായ മതി. ഔലിയ എന്ന് പറഞ്ഞ് ഏത് തമ്മാടിയാണെങ്കിലും ഏത് താന്തോന്നിയാണെങ്കിലും ഏത് വഷളം കോലം കെട്ടിയിരുന്നാലും ഈ സമസ്തന്റെ പെണ്ണുങ്ങൾ ഓടിച്ചൊല്ലുമല്ലോ. കാരണം അത്തരത്തിൽ പരുവപ്പെട്ടൊരു മനസ്സാണ് ഈ സമസ്തന്റെ പെണ്ണുങ്ങൾ. ഈ കേരളത്തിൽ സമസ്ത രൂപീകൃതമായ അന്നു മുതൽ ഇന്ന് വരെ ഇവരുടെ ഈ കറാമത്ത് പ്രസംഗങ്ങൾ കേട്ട് 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 എല്ലാ മാജിക്കുകളും കറാമത്തായി, എല്ലാ വൃത്തികെട്ടോനെയും ഔലിയാക്കളായി സ്വീകരിക്കാൻ പാകപ്പെട്ടൊരു മനസ്സാണ് സമസ്തന്റെ പെണ്ണുങ്ങളെ മനസ്സ്. പിന്നെ ഓടൂലേ കന്നാസായിട്ട്? അങ്ങനെ കന്നാസായിട്ട് ഓടി 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 പിന്നെ കുറെ കാലം കഴിഞ്ഞ ശേഷമാണ് മനസ്സിലായത് ഔലിയപ്പാപ്പാന്റെ മുറിച്ചിട്ടില്ലായിരുന്നു എന്ന്. ആരെ പോയി മാടി നോക്കിയെന്നറിയില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം മുറിച്ചാൽ എന്താ, മുറിച്ചില്ലെങ്കിൽ എന്താ? ഇത്തരത്തിൽ മുറിച്ചുത്തി ഔലിയാക്കന്മാര് കുറെ ഉണ്ടല്ലോ പല കൂട്ടത്തില്. മുറിച്ചാത്ത പോലെ കംപ്ലൈന്റ്. മുറിച്ചോനാണെങ്കിൽ പിന്നെ ഏത് തമ്മാടിക്കും ഏത് അണ്ടനും ഏത് അടകോളനും വലിയായി ചമഞ്ഞ് ഈ സമുദായത്തിനെ ചൂഷണം ചെയ്യാം.
അത്തരത്തിൽ സമുദായത്തിന്റെ മനസ്സിനെ പാകപ്പെടുത്തിയെടുത്തത് ഈ കാസിമി അടക്കമുള്ള മൊല്ലമാരുടെ വൃത്തികെട്ട കറാമത്ത് പ്രസംഗങ്ങളാണ്. മനസ്സിലായ നിങ്ങൾക്ക്? അത് മനസ്സിലാവും ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴേക്കും ഒരു കറാമത്തിന്റെ രീതികളും കോലങ്ങളൊക്കെ. അപ്പൊ ചുരുക്കി പറയാ, മുറിച്ചാത്ത ഔലിയാന്റെ പ്രശ്നമാണ് ഇപ്പത്. ഇനി ഇത്തരത്തിൽ എത്ര മുറിച്ചാത്ത ഔലിയാക്കന്മാർ പല കൂട്ടത്തിലുണ്ട്. ഈ കൊല്ലം ജില്ലയിൽ ഓച്ചിറ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ദാമോദരനുണ്ടായിരുന്നു, ഒരു അണ്ണാച്ചി. എന്താണ് ആ സാധനം? ഈ അണ്ണാച്ചിന്റെ മുറിച്ചിട്ടില്ലായിരുന്നു, കാരണം മുസ്ലിം അല്ല. എത്രയോ കാലം മുമ്പ് ഇങ്ങനെ തെണ്ടി തിരിഞ്ഞിങ്ങനെ ചപ്പു ചവറുകളൊക്കെ ഇങ്ങനെ ഇരുന്ന് ഭ്രാന്തനാണല്ലോ, കോലം കണ്ടാൽ മനസ്സിലാവുമല്ലോ. അങ്ങനെ കുപ്പയിലും ചപ്പു ചവറുകളിലും കൂനിക്കൂടി ഇരുന്നിരുന്ന ഈ ഭ്രാന്തനെ ആ നാട്ടുകാരെന്ന് വിളിച്ചിരുന്നത് കുപ്പസ്വാമി എന്നായിരുന്നു. അപ്പൊ സമസ്തന്റെ കോമം എന്ത് വിളിച്ചു? കുപ്പയിൽ ഉപ്പാപ്പാന്നാക്കി. അങ്ങനെ പടുഭ്രാന്തനായി ജീവിച്ച് മരിച്ചൊരു വ്യക്തി, ഈ ചങ്ങായി ജീവൻ പോയ സമയത്ത് ഇയാൾക്ക് ജാറം കെട്ടിയിട്ട് ആ ജാറ ഉദ്ഘാടനം ചെയ്യാൻ വന്നത് സാക്ഷാൽ ശ്രീമാൻ കാന്തപുരാണ്. മുറിച്ചോക്കണോ? മുറിച്ചിട്ടില്ല, മൂപ്പര് തപ്പിയില്ല. മൂപ്പരെ സംബന്ധിച്ചിടത്തോളം സമുദായത്തിനെ ചൂഷണം ചെയ്യാൻ പറ്റിയ ഒരു സാധനം എവിടെ കണ്ടാലും, അത് ഏത് വൃത്തികെട്ടവനാണെങ്കിലും, അത് ഏത് വൃത്തികെട്ടവൻ കൊടുത്തതാണെങ്കിലും, എന്താണെങ്കിലും, പൈസ ഉണ്ടാക്കാൻ പറ്റുമോ, സമുദായത്തിനെ ചൂഷണം ചെയ്യാൻ പറ്റുമോ, ചാടിക്കരി കുത്തും മൂപ്പര്. പറഞ്ഞു വരുന്നത്, ഇവരെ സംബന്ധിച്ചിടത്തോളം മുറിച്ചതായാലും കുഴപ്പമില്ല, മുറിച്ചാത്തതായാലും കുഴപ്പമില്ല, മുറിച്ചുത്തിയായാലും കുഴപ്പമില്ല, സമുദായത്തിനെ ചൂഷണം ചെയ്യാൻ പറ്റിയ ഒരു മുതല് കിട്ടിക്കഴിഞ്ഞാൽ അത് വേണ്ട വിധം ഉപയോഗപ്പെടുത്തി കാശുണ്ടാക്കാൻ ഇവിടുത്തെ സമസ്ത മൊല്ലമാർ നല്ലോണം പഠിച്ചിട്ടുണ്ട്. അതിന്റെ ഇരകളാണ് ഈ സമുദായത്തിലെ സ്ത്രീകൾ. അപ്പൊ ഈ മുറിച്ചാത്ത കുപ്പസ്വാമിനെ വലിയാക്കി പരിചയപ്പെടുത്തി അയാളെ പേരിൽ ജാറം കെട്ടി ആ ജാറം ഉദ്ഘാടനം ചെയ്യാന് കാമിലായി മുറിച്ച കാന്തപുരത്തിന് യാതൊരു ബുദ്ധിമുട്ടുണ്ടായില്ല. അത് മുറിച്ചതും മുറിച്ചാത്തതൊന്നല്ല ഇവിടുത്തെ പ്രശ്നം. മനസ്സിലായോ? അപ്പൊ ഇതൊരു സാമ്പിളിൽ ഇട്ടുന്നുള്ളൂ, തീർന്നിട്ടില്ല. ഈ സമുദായത്തിൽ നടക്കുന്ന ഈ കറാമത്ത്, കള്ളക്കറാമത്ത് പ്രചാരണങ്ങളെ കുറിച്ച് ഈ കാസ്മി തന്നെ പറയട്ടെ. ഔലിയാപ്പാപ്പാന്റെ കറാമത്ത് കോഴിക്കോട്ടെ നിലമ്പൂര് കേൾക്കും, നിലമ്പൂര് കോഴിക്കോട്ട് കേൾക്കും. അങ്ങനെ ആ കറാമത്ത് ഈ കാറ്റ് വീശുന്ന കറാമത്തിന്റെ ഔലിയാപ്പാപ്പമാരെ തന്നെ കാക്കണം. ഇതെല്ലാവരും ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കണം. കറാമത്ത് വളരെ ഉള്ള കാര്യമാണ്. നിങ്ങൾക്കറിയാലോ, കറാമത്ത് അള്ളാഹുവിന്റെ ദീനിന്റെ അടിസ്ഥാനപരമായ സത്യമാണ്. അത് യാഥാർത്ഥ്യമാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സാലിഹീങ്ങളായ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ കൊടുത്തിട്ടുണ്ട്, കൊടുക്കുന്നുണ്ട്. ഖുർആൻ സാക്ഷിയാ, ഹദീസ് സാക്ഷിയാണ്. ഒരാളതിനെ നിശ്ചയിച്ചാൽ അവന് ഈമാൻ പോലും കിട്ടില്ല. അത്രയും ഖുർആൻ ബലപ്പെടുത്തിയ, ഹദീസ് ബലപ്പെടുത്തിയ കാര്യമാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ കാണുന്ന ഈ കാര്യങ്ങളൊക്കെ പല കാര്യത്തിനും അത് കാണുന്നുണ്ടല്ലോ. ഞാൻ വിശദീകരിക്കണില്ല. കറാമാത്തിന്റെ വേദികൾ എന്താ ഇപ്പൊ ജനങ്ങളോട് പറയേണ്ടത്? എല്ലാവരും നാവിലും കറാമാത്താണ്. ഇത് വളരെ ചിന്തിക്കണം. ഇങ്ങനെയുള്ള ഈ ഊതി ഉറപ്പിച്ച് ആർക്കായി കറാമത്ത് കിട്ടിയത്? ഇതൊക്കെ ഈ കറാമത്തുകളൊക്കെ സത്യത്തിൽ കച്ചവട കറാമത്തുകളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിലെല്ലാവരും ഉണ്ട്. ഇതാരും വിമർശിക്കാൻ വേണ്ടി പറഞ്ഞല്ല, സത്യമായത് കൊണ്ട് പറഞ്ഞതാണ്. കറാമത്ത് വളരെ യാഥാർത്ഥ്യമാണ്, ഉള്ളതാണ്. ഏതോ മക്ബറയിൽ 4 വട്ടം പോയി ദുആ ചെയ്ത് പോരുന്നു എന്നാണ് ഇവിടെ മലപ്പുറത്തും കോഴിക്കോട്ടും ഒക്കെ ഉള്ള ചില ഔലിയാക്കന്മാരെ കറാമത്ത്. ഓലിങ്ങനെ ഇടക്കിടക്ക് എവിടെയെങ്കിലും മക്ബറയിൽ പോയി സിയാറത്ത് ചെയ്യുന്ന മഹാന്മാരാണ് എന്നതാണ് ഈ കോഴിക്കോട്ടും പരിസരത്തൊക്കെ ഉള്ള ചില കോഴിക്കോട്ടെ ജില്ലയിലുള്ള പല മഹാന്മാരുടെയും മഹാഹോജമാരുടെയും കറാമത്ത്. പറയണ്ട, നിങ്ങൾ പറയിപ്പിക്കേണ്ട, നിങ്ങൾ ഏർപ്പാട് നിങ്ങൾക്ക് നിർത്തുന്ന നല്ലത്. മനുഷ്യന്മാരെ കൊരങ്ങാക്കരുത്. ഔലിയാപ്പാപ്പന്റെ കറാമത്ത് കോഴിക്കോടത്ത് നിലമ്പൂര് കേൾക്കും, നിലമ്പൂരത്ത് കോഴിക്കോട് കേൾക്കും. ഈ ജാതി കാറ്റ് വീശുന്ന ഔലിയാക്കന്മാരെ കറാമത്തിനെ തന്നെ സൂക്ഷിക്കണം എന്നാണ് മൂപ്പരെ താക്കിയത്. അപ്പൊ ഇനി നമ്മൾ പരിശോധിക്കാൻ പോണത്, ഏക്കൂടിക്കാണ് ഈ കാറ്റ് വീശുന്നത്. ഈ വീശുന്ന കാറ്റിന്റെ പിന്നിൽ ആരൊക്കെയാണ് ഇത് വിസരെടുത്ത് വീശി കൊടുക്കുന്നത്? ഇതൊക്കെ നമുക്കൊന്ന് പരിശോധിക്കണം ഈ വീഡിയോയില്. അതിൽ റഹ്മത്തുള്ളക്ക് വല്ല പങ്കുണ്ടോ, ചങ്ങായിക്ക് വല്ല പങ്കുണ്ടോ ഒക്കെ നോക്കണല്ലോ നമുക്ക്. എന്നിട്ട് മൂപ്പര് പറയണേ എല്ലാവരും നാവിലും കറാമത്ത് കഥകളാണ്. അതന്നല്ലേ സമുദായത്തിന്റെ ദുരന്തം. നിങ്ങൾ ഈ കറാമത്ത് കഥകളിലേക്കല്ലേ ജനങ്ങളെ ക്ഷണിച്ചിട്ടുള്ളത്? അള്ളാഹുവിലേക്ക് നിങ്ങൾ ജനങ്ങളെ ക്ഷണിച്ചിട്ടുണ്ടോ ഈ സമസ്തക്കാര്? ഈ ഔലിയാക്കൾ എന്ന് പറയുന്ന മാനസിക രോഗികളിലേക്കും അവരുടെ കറാമത്ത് കഥകളിലേക്കും ജനങ്ങളെ ക്ഷണിക്കാനാണ് നിങ്ങൾ സമസ്ത രൂപീകരിച്ചത് തന്നെ. അത് നിങ്ങൾ തന്നെ പല പ്രാവശ്യം പറഞ്ഞതാണല്ലോ. അങ്ങനെ എല്ലാവരും നാവിലും കറാമത്ത്. എന്നാ പിന്നെ ഈ പരണച്ചങ്ങായിന്റെ നാവിന്ന് ഒഴിവാകണ്ടേ? ഇയാളോ ഇതിലുണ്ട്. അതാണ് പറഞ്ഞത്, ഇയാൾ ഓരോ സ്റ്റേജിൽ വെച്ച് അപ്പ തോന്നിയതാണ് പ്രസംഗിച്ചു വിടലാണ്. ഇയാളും വേണ്ട രീതിയിൽ കറാമത്ത് പ്രചരിപ്പിക്കും, ഒക്കെ വരും ഇൻഷാ അല്ലാഹ്. എന്നിട്ട് മൂപ്പര് പറയാം ഇതെല്ലാം കച്ചവട കറാമത്തുകളാണ്. കച്ചവടം ഇല്ലാത്ത എന്ത് കറാമത്ത് അവിടെ ഉള്ളത് നിങ്ങൾക്ക്? ഇസ്ലാമിലെ യഥാർത്ഥ കറാമത്ത് എന്താണ്? അത് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന, ഭയഭക്തിയോടുകൂടി ജീവിക്കുന്ന, സ്വാലിഹായ നല്ലവനായ ഒരു വ്യക്തിയിലൂടെ അള്ളാഹു പ്രകടിപ്പിക്കുന്ന ചില അത്ഭുത സംഭവങ്ങളും ആദരിക്കാൻ വേണ്ടി പ്രകടമാക്കുന്ന ചില സംഭവങ്ങളുമാണ്. അല്ലാതെ മുതുകാടിന്റെ മാരി ഇങ്ങനെ കാർ കാണാതാകട്ടെ, പ്ലെയിൻ മറിയട്ടെ, തീവണ്ടി കുത്തനെ നിൽക്കട്ടെ, ആ വീട് മറഞ്ഞു പോകട്ടെ, വയറ്റിലെ മുഴ മാഞ്ഞു പോകട്ടെ, മൂലക്കുരി ഒലിച്ചു പോകട്ടെ, ബ്ലഡ് ക്യാൻസർ തെറിച്ചു പോകട്ടെ, ഇതൊക്കെ കറാമത്ത്? ഇതള്ളപ്പോ നിങ്ങളെ കറാമത്ത്, കാറ്റ് വീശുന്ന കറാമത്ത്, എല്ലാവരും നാവിലും കറാമത്തുള്ളൂ.
ഈ കാസിമി അടക്കമുള്ള എല്ലാരും നാവലും ഇജാതി കറാമത്താണുള്ളത്. ഇതന്നല്ലേ കച്ചവട കറാമത്ത്. ഇതിലേക്കല്ലേ ജനങ്ങൾ നിങ്ങൾ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് മൂപ്പർ പറഞ്ഞത് ഇതിൽ എല്ലാവരും പെടുന്നു. എല്ലാവരും പെടുന്ന സമസ്തിപ്പെട്ട എല്ലാവരും പെടും. അല്ലാതെ മുജാഹിദും സലഫികളൊന്നും ഇവിടെ ഈ കറാമത്തൊന്നും പ്രചരിപ്പിച്ച് നടക്കലില്ലല്ലോ. ആരൊക്കെ പെടും? ഇയാളും പെടും. ഇയാൾ നിന്ന് ഒഴിവല്ല. അപ്പൊ എല്ലാവരും പെടും എന്ന് പറഞ്ഞാൽ ഈ കള്ള കറാമത്ത് പ്രചരണങ്ങളുണ്ടല്ലോ, ഈ കച്ചവട കറാമത്ത്, കാറ്റ് വീശുന്ന കറാമത്ത്, ആ കാറ്റ് എയ്ക്കൂടെയൊക്കെ എങ്ങനെയൊക്കെ വീശിയതെന്നാണ് ഇപ്പൊ ഞാൻ 2-3 ക്ലിപ്പിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ആദ്യമായി പടിഞ്ഞാറ് അറബിക്കള്ളിന്റെ ഭാഗത്തുനിന്നും വീശിക്കൊണ്ടിരിക്കുന്ന ഒരു കറാമത്ത് കാറ്റ് കേട്ടോളി. മഹാനായ മമ്പുറം തങ്ങൾ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവരുടെ സന്നിധിയിൽ ഒരിക്കൊരാൾ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ എൻ്റെ പശുവിനെ കാണാനില്ല. തങ്ങളുടെ മുമ്പിൽ ഒരു പരാതി, പശുവിനെ കാണാനില്ല. അന്നത്തെ കാലത്തൊക്കെ ഈ പശുവിനെ പോറ്റി പാല് കറന്ന് വിറ്റ് ജീവിക്കുന്ന കാലം. അന്നിപ്പോൾ നമ്മൾ പറഞ്ഞാൽ അങ്ങനെ തിരിയില്ലേ കുട്ടിക്ക്. പശുവിനെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ എന്താണെന്ന് കുട്ടിക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഉള്ള പ്രായമുള്ളവർക്കൊക്കെ മനസ്സിലാവും. മഹാനായി തങ്ങൾ പറഞ്ഞു, വയറിളക്കി കളറും. പശുവിനെ കാണാനില്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞേ ഓ വയറിളക്കാൻ. ഇയാൾ കരുതി തങ്ങൾ ഞാൻ പറഞ്ഞ തങ്ങൾ കേട്ടിട്ടില്ല എന്നാണ്. അപ്പോൾ പറഞ്ഞു, തങ്ങൾ പാപ്പേ ഞാൻ പറഞ്ഞത് പശുവിനെ കാണാനില്ല എന്നാണ്. അപ്പോൾ പറഞ്ഞു, എന്നോടല്ലേ വയറിളക്കാൻ പറഞ്ഞതെന്ന് വെച്ചു. ഇയാൾക്ക് ഒന്നും ഒരു പിടി കിട്ടിയില്ല. മൂപ്പര് നേരെ വീട്ടിൽ പോയി. തങ്ങൾ പാപ്പ പറഞ്ഞല്ലേ ഇത് വയറിളക്കി. വയറിളക്കി ഞങ്ങൾക്ക് അറിയാമോ? വയറിളക്കിയാൽ വയറ് ശുദ്ധിയാവും അല്ലേ? ഒരു 10 മണി ഒരു 11 മണിക്കാകുമ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഈ വയറിളക്കം നിൽക്കാൻ വേണ്ടിയിട്ട് ഉപ്പിട്ട കഞ്ഞി കുടിക്കുക ചെയ്യുക. അങ്ങനല്ലേ? അങ്ങനെ ചെയ്യാം. അങ്ങനെ ഉപ്പിട്ട കഞ്ഞൊക്കെ കുടിച്ച് ഇയാളൊക്കെ ശരിയായി എന്നൊക്കെ കരുതി പിന്നെ മൂപ്പര് അങ്ങാടിക്കായിട്ട് പോകണം. ബസ് കയറി പോവാം. കാലശലായ വയറുവേദന. ഇയാൾക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തില്ലാന്ന് തോന്നി. ക്ലീനറോട് പറഞ്ഞിട്ട് ബെല്ലടിപ്പിച്ച് ബസ് നിർത്തി ഇയാൾ ഒരൊറ്റ ഓട്ടം കാട്ടിലേക്ക് ഓടി മറക്കിരക്കാൻ പോയി അവിടെ പോയി ഇരുന്ന് നോക്കുന്ന സമയത്തിൻ്റെ മൂപ്പര പശു അവിടെ പുല്ലുന്നാണ്. അപ്പോൾ ഈ പശുവിനെ കട്ടുകൊണ്ടുവന്ന ആൾ ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയതാണ്. കേട്ടല്ലോ, വിശദീകരിക്കേണ്ട ആവശ്യമില്ല. മമ്പുറം തങ്ങളുടെ അടുത്തേക്ക് ഒരാൾ പശുവിനെ കാണാനില്ല എന്ന് പറഞ്ഞ് ചെന്നു, വയറിളക്കാൻ പറഞ്ഞു. അങ്ങനെ അയാൾ വയറിളക്കി. അങ്ങനെ അയാൾ യാത്രയിൽ ബസ്സിൽ നിന്ന് തൂറാമുട്ടി ഇറങ്ങി ഒരു പറമ്പിൽ പോയി ഇന്ന് കാര്യം സാധിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ അവിടെ പശുണ്ട്. ഇതാണ് ഇപ്പം ഇതിനാകത്തുക. ഇത് മമ്പറം ഭാഗത്തിലൂടെ വീശിയ ആ കാറ്റിലൂടെ പ്രചരിച്ച കറാമത്താണ്. കുറച്ചും കൂടി പോയി വടക്ക് ഭാഗത്തേക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വടകര ഭാഗത്തിലൂടെ വീശിയ കാറ്റിലും ഈ കറാമത്ത് പ്രചരിച്ചിട്ടുണ്ട്. അത് വേറൊരാളെ പേരിലാണെന്നുള്ളത് കേട്ടോളി. വടകര മമ്മദാജി തങ്ങളുപ്പാപ്പയുടെ സമീപത്ത് സുബ്ഹാനല്ലാഹ് പല ആവശ്യങ്ങൾക്കും പലരും വരാറുണ്ട്. മൂരിയെ കാണുന്നില്ല, എന്റെ തൊഴുത്തിൽ കെട്ടിയ മൂരിയെ കാണുന്നില്ല. മഹാനവറുകളുടെ സമീപത്ത് എന്ന് കംപ്ലൈന്റ് പറഞ്ഞു ഒരാൾ. നീ വയറിളക്കിക്കോ എന്നാണ് ശൈഖുന നിർദ്ദേശിച്ചത് വടകര മമ്മദാജി തങ്ങളുപ്പാപ്പ. അയാൾ വടകറോറുടെ ഉപദേശം സ്വീകരിച്ച് വയറിളക്കത്തിന്റെ ഗുളി കുടിച്ചു. അയാൾ ബസ്സിലൂടെ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് ടോയ്ലറ്റിൽ പോകേണ്ടി വന്നു. എത്തിയ സ്ഥലത്തങ്ങി ഇറങ്ങി മറക്കിരിക്കാൻ പരിസരത്തുള്ള പറമ്പിലേക്ക് ഇടന്നിരുന്നപ്പോൾ ആ പറമ്പിൽ നഷ്ടപ്പെട്ട മൃഗമുണ്ട്, മൂരിയുണ്ട്. അങ്ങനെ രസകരമായ കറാമത്തുകൾ കാണിച്ച മഹാനാണ് അൽ-ആരിഫു ബില്ലാഹ് വലിയുല്ലാഹി മമ്മദാജി തങ്ങൾ. ഇത് വടകര ഭാഗത്ത് കൂടി വീശിയ കാറ്റിൽ പ്രചരിച്ച കറാമത്താണ്. ഇവിടെ വടകര തങ്ങളാണ് കഥാപാത്രം, മറ്റോടത്ത് മമ്പറം തങ്ങളായിരുന്നു. അവിടെ പശു ഇരുന്നു, ഇവിടെ മൂരിയായി. കഥക്ക് ഒന്നെ. മൂരിനെ കാണാനില്ല എന്ന് പറഞ്ഞു. വടകര തങ്ങളെടുത്തേക്ക് ചെന്നു. വടകര തങ്ങൾ പറഞ്ഞു വയറിളക്കിക്കാളെന്ന് പറഞ്ഞു. ഈ ചങ്ങായി വീട്ടിലെത്തിക്കൾ കുറെ സുന്നാമാക്കിയോ വയറിളക്കുള്ള ഗുളിക എന്തൊക്കെ വാരി മുണുങ്ങി തൂറാമുട്ടി. അങ്ങനെ ഇയാൾ ഇങ്ങനെ ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ബസ് ഒന്നും മുട്ടി ഇറങ്ങിപ്പോഞ്ഞു അടുത്ത കണ്ട തൊടുക്ക്. അവിടെ ചെന്ന് ഇങ്ങനെ ട്രൗസറും കഴിച്ചിക്കാണ്ട് ഇയാൾ ഒറ്റ ഇരുത്താണ്. ഇരുന്ന് നോക്കുമ്പോൾ ആ തെങ്ങിനോട് ചാരിക്കാണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, മുക്കറിട്ട് താലയും കുലുക്കിക്കാണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മൂരി ഇങ്ങനെ എവിടെയും മൈന്തേ കുറെ നേരമല്ലേ ഞാൻ ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് ചോദിച്ചിട്ട് മൂരി അവിടെ നിൽക്കണ്. അപ്പൊ ഇത് വടകര ഭാഗത്ത് വീശിയ കാറ്റിൽ പ്രചരിച്ച കറാമത്താട്ടാ. ഇനിയിപ്പോ നിങ്ങൾ ചോദിക്കും, ഇതിലിപ്പോ എന്താ കാസിമിനെ കുറ്റം പറയാന്? കാസിമിക്കണ്ട കറാമത്തിനൊക്കെ എതിരല്ലേ? ഈ കാറ്റ് വീശുന്ന കറാമത്തിനെതിരെ പ്രസംഗിച്ച ആളല്ലേ, ഇതിൽ കാസിമിക്ക് പങ്കില്ലല്ലോ എന്ന് നിങ്ങൾ ചിലപ്പോൾ ചോദിക്കും. അല്ല, ഈ കാറ്റ് ഈ പാലക്കാട് ഭാഗത്ത് കൂടി ഈ കാറ്റൊന്ന് വീശി. അവിടെ ഇപ്പൊ കഥ ഒന്നെ കഥാപാത്രം മാറി. അവിടുത്തെ കാറ്റാരാ വീശി കൊടുക്കണത്? കാസിമിന്നെ. കേട്ടോളി. ഒരാളുടെ പശു പോയി, ഒരു പശുവിനെ കാണാനില്ലാതെയായി. നല്ല കറക്കുന്ന കുടുംബം പോറ്റിയിരുന്ന കാമധേനുവായ പശുവിനെ കാണാനില്ലാതെയായപ്പോൾ അയാൾ നാടാകെ തന്നെ ഒരു പശുവിനെ കിട്ടില്ല. അവസാനം ബീരാനെ പാപ്പനെടുത്ത് പോകാൻ തീരുമാനിച്ചു. അരിവാപ്പനോട് പോയി പറഞ്ഞു, അരിവാപ്പ എൻ്റെ പശുവിനെ കാണാനില്ല. അരിവാപ്പ ചിരിച്ചോണ്ട് പറഞ്ഞു, ഇതൊന്ന് വയറിളക്ക്. ഇയാൾക്കിട്ട് പറഞ്ഞു എന്നെ കളിയാക്കാണ്. എൻ്റെ ഈ പള്ളയൊക്കെ കണ്ടപ്പോൾ ഔലിയാബാബു എന്നെ കളിയാക്കിയതാണ് എന്നെ വിചാരിച്ചു ഒന്ന് വയറിളക്ക്. പിന്നെന്താ തിരിച്ചു പറയാൻ? ഒന്നും പറഞ്ഞില്ല. ഔലിയാബാബാനോട് എന്താ തിരിച്ചു പറയാം? കുരുത്തക്കേട് വാങ്ങണ്ടെന്ന് വിചാരിച്ചു ഇയാൾ മടങ്ങി. വീട്ടിന്റെ തിണ്ണയിൽ വന്നിരുന്നു. ബേജാറായി ഇങ്ങനെ ഇരുന്നപ്പോൾ ഭാര്യ വന്ന് ചോദിച്ചു, എന്തേന്ന് ചോദിച്ചു. കളിയാപ്പാൻ്റെ അടുത്ത് പോയിട്ട് എന്തേലും ചോദിച്ചു. ഒന്നുമില്ലടി, ഔലിയാബ നമ്മളെ കളിയാക്കി തോന്നുന്നു.
നീ ഒരു വയറിളക്ക് എന്നോട് പറഞ്ഞത്, പശുവിനെ കാണാനില്ല, പശുവിനെ പരിഹാരം ഉണ്ടാക്കി തന്നിട്ട് ഈ ഒന്ന് വയറിളക്ക് എന്നോട് പറഞ്ഞത്. പെണ്ണൊരുത്തി നിന്നിട്ട് കുറച്ചു നേരം ഇങ്ങനെ ആലോചിച്ച്, പെൺബുദ്ധിയല്ലേ, പെണ്ണ് പറഞ്ഞു നിങ്ങൾ വയറിളക്കി, എന്തെങ്കിലും കാര്യം ഉണ്ടാവും. ഔലിയാപ്പാപ്പ പറഞ്ഞില്ലേ, ഇനി ഒന്നും കാര്യമല്ലെങ്കിൽ നിങ്ങളൊപ്പം കടന്നുറങ്ങാനെങ്കിലും ഒരു സുഖം ഉണ്ടാവുമല്ലോ. നിങ്ങൾ വയറിളക്കിയിട്ട് ഇയാൾക്കൊല്ല സമാധാനം ഉണ്ടോ? എന്താണ് പശു പോയതല്ലേ, കുടുംബം പോറ്റുന്ന പശു പോയിട്ട് ഇയാൾ അങ്ങനെ വയറിളക്കിയിരിക്കും. പിന്നെ ഇയാൾ തെരഞ്ഞു പോയി, നാടാകെ തെരയും. ഏതെങ്കിലും വെള്ളച്ചോല കണ്ടാൽ വയറ്റും പോവും, അവിടെ കഴുകും, പിന്നെയും പോവും, പിന്നെയും പോവും. അങ്ങനെ അനവധി സ്ഥലത്തിന് വയറ്റും പോയി, അവിടെ നിന്നൊക്കെ കഴുകുകയും ചെയ്ത് അങ്ങനെ പോയി. ഒരു സ്ഥലത്ത് ഒരു പുഴന്റെ അറമ്പിലിരുന്ന് വയറ്റിന്ന് പോയി കഴിഞ്ഞ് ഇറങ്ങി പുഴയിലേക്ക് അങ്ങോട്ട് ഇറങ്ങിയിട്ട് കഴുകാൻ വേണ്ടി ഇങ്ങനെ നോക്കുമ്പോഴും നേരെ പഴമാട്ടും പശു കയറും പിടിച്ചു പോന്നു. ഇപ്പൊ എന്തൊക്കെ ഉണ്ടായി? പോയ പശുവിനെയും കിട്ടി, വയറ്റിപ്പോയ കുത്തികെട്ട സാധനം പോയി കിട്ടി. ഇത് അമ്പംകുന്ന് ബീരാവുലിയപ്പാപ്പാന്റെ ആ ജാറത്തിന്റെ ആ പരിസരത്ത് കൂടി വീശിയ കാറ്റിൽ പ്രചരിച്ച കറാമത്താണ്, കാറ്റ് വീശുന്ന കറാമത്തുകൾ. അപ്പൊ ഒരാള് പശു പോയി ബീരാവുലിയപ്പാപ്പാന്റെ അടുത്ത് ചെന്ന് പശു പോയ പരാതി പറഞ്ഞ് വയറിളക്കിക്കളാന്ന് പറഞ്ഞു. ഔലിയാക്കള് ദർജിയും ഓലെ കൗലൊന്നും അറിയാത്ത ഈ പൊട്ടൻ ചെയ്ത് പെരി പോയി ഇങ്ങനെ അന്തം വിട്ടിരുന്നു. അപ്പൊ പെണ്ണുങ്ങൾ ചോദിച്ചു, എന്താ അപ്പൊ ഇങ്ങനെ അണ്ടി പോയ അണ്ണാന്റെ മാറി ഇങ്ങനെ ഇരിക്കണു? അപ്പൊ ഇങ്ങനെ പശു പോയില്ല നമ്മളെ, ആ പോയി. അപ്പൊ ഔലിയപ്പാപ്പ ഇങ്ങനെ പറഞ്ഞ് വയറിളക്കാനാ പറഞ്ഞത്. മുപ്പത്തേരി കിട്ടിയ ഗ്യാപ്പിൽ ഒന്നാണ് പറഞ്ഞത്, ഏതായാലും ഒന്നാണ് വയറിളക്കിക്കാളി, അല്ലെങ്കിൽ അങ്ങ് അപ്പൊ രാത്രി കിടന്നുറങ്ങാൻ സുഖമല്ല. പോയാൽ 150 ഗ്രാം മലം കിട്ടിക്കഴിഞ്ഞാൽ പശു ആണ് വയറിളക്കി കളിയായിരുന്നു. അങ്ങനെ അതും കിട്ടി, ഇയാൾ വയറിളക്കി. അങ്ങനെ പിന്നെ ഇയാൾ നാട്ടിലും മുഴുവനും തെണ്ടി നടക്കണ വയറിളക്കി കേട്ടോ. ഉള്ള കാട്ടിലും പൊന്തിയിലൊക്കെ തപ്പി അവിടെ നിന്ന് ഇങ്ങനെ പിന്നെ വയറ്റുന്നാകാൻ മുട്ടും, അവിടെ വെള്ളം ഉണ്ടാവും, അവിടെ പോയി കേൾക്കും. അങ്ങനെ തെണ്ടി നടന്നിങ്ങനെ ഒരു കാട്ടുമ്പൊതിന്ന് കിട്ടി സാധനം, പശു കിട്ടി, കറാമത്ത്. അപ്പൊ ചെങ്ങായി പശു പോയി കഴിഞ്ഞാൽ തപ്പേണ്ടത് അവിടെയൊക്കെ തന്നെ അല്ലേ? അതിനിപ്പോ വയറിളക്കേണ്ട ആവശ്യമുണ്ടാ? വല്ല ചോലന്റെ പക്കത്തോ പോയമ്പക്കത്തോ വല്ല പൊന്തക്കാട്ടിലോ അവിടെയൊക്കെ തന്നെ പശു പോയ തപ്പേണ്ടത്. അല്ലാതെ പശു ലുലുമാളിന്റെ ഉള്ളിലും കാലിക്കറ്റ് എയർപോർട്ടിന്റെ ഉള്ളിലും പോയിക്കുവോ പശു? ഇവിടെയൊക്കെ തന്നെ പശു തെണ്ടി തിരിഞ്ഞടക്കുക, പൊന്തിയിലും കാട്ടിലും പോയമ്പക്കത്തും കുളമ്പക്കത്ത് തോട്ടിന്റെ അക്കത്തൊക്കെ. അതിനിപ്പോ വയറിളക്കാൻ നിൽക്കണ? അല്ലെങ്കിൽ വലിയ ഔലിയാക്കളാണ് നമ്മളെ കൊടുത്തുള്ളത്. ഇന്നാൽ ഇന്ന സ്ഥലത്ത് ഇന്ന മരത്തിന്റെ ചുവട്ടിൽ നിന്റെ പശു വിഷണ്ണനായി ടെൻഷനായി നിൽക്കുന്നുണ്ട്, അവിടെ പോയിട്ടോന്ന് പറഞ്ഞാൽ പോരെ? ചെങ്ങായിനെ കൊണ്ട് ലോകം മുഴുവൻ തൂറിയർപ്പാക്കാൻ നിൽക്കണ വയറിളക്കിട്ട്. അപ്പൊ കാറ്റ് വീശുന്ന കറാമത്തിൽ കാസിമിയുടെ പങ്കെന്ത്? ഇവരാണ് കാറ്റ് വീശുന്ന കറാമത്ത്, എല്ലാവരും ഇതിൽ പങ്കാളികളാണ്. കള്ള കറാമത്ത് കഥകളാണ്. ഇയാൾക്ക് ഇതിൽ പങ്കൊന്നുമില്ലേ? ഇല്ലേ? ഇയാൾക്ക് സമുദായത്തിന് ഈ കള്ള കറാമത്ത് കഥകൾക്കെതിരെ പറയാൻ എന്ത് അവകാശമുള്ളത്? ഇയാളതിന്റെ ഭാഗല്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, ഇതാണ് ഇവരെ എല്ലാവരും അവസ്ഥ. ഈ കപട ആത്മീയ കുളിമുറിയിൽ എല്ലാവരും നഗ്നരാണ്. ആരും കുറ്റം പറയണ്ട. ഈ സമസ്തന്റെ ഓരോ മൊല്ലും ഇതിൽ ഭാഗവാക്കാണ്. എല്ലാവർക്കും ഇതിൽ പങ്കുണ്ട്. ഇനിയിപ്പോ കാസി പറഞ്ഞില്ലേ ബീരാവുലിയപ്പാപ്പ ആരാ ആള് മൂപ്പര്? ഓ മറ്റേ ദിക്റിന്റെ കളി ലാ കണ്ണ ഇല്ലല്ലാ, ലാ മൂക്ക ഇല്ലല്ലാ, ലാ പല്ല ഇല്ലല്ലാ, ലാ പൊക്കള ഇല്ലല്ലാ എന്ന് പ്രത്യേക വെറൈറ്റി ദിക്റൊക്കെ ഉണ്ടാക്കിയ ഒരു പിരാന്തൻ. പക്ഷെ ആള് ചില്ലറക്കാരനല്ല. മൂപ്പര കറാമത്ത് വേറെ മൊല്ല പറഞ്ഞു കേട്ടോ, നിങ്ങൾ ഞെട്ടിക്കണ കറാമത്ത്. IAS പാസ്സായ ഒരു കക്ഷി ഡൽഹിയിൽ പോയി തന്റെ ബന്ധത്തിൽപ്പെട്ട ഒരു MP യെ പിടിച്ചുകൊണ്ട് പലവിധ ഓഫീസുകളും കയറി ജോലിക്ക് വേണ്ടി തെണ്ടി, കിട്ടിയില്ല. ദിവസങ്ങളോളം പണിയെടുത്ത് നടന്ന് ഒരു രക്ഷയുമില്ലാതെ നിരാശയോടെ ഡൽഹിയിൽ നിന്ന് ട്രെയിൻ കയറി തിരിച്ചു പോരുമ്പോൾ ട്രെയിനിൽ വെച്ചുകൊണ്ട് ഒരാളെ പരിചയപ്പെട്ടു. അദ്ദേഹത്തോട് തന്റെ ഈ വ്യസന കഥ, ദുഃഖകഥ വിവരിച്ചുകൊണ്ട് പറയുന്നു, എനിക്കിനി ചാവുക നല്ലത്, എനിക്കിനി ജീവിക്കുന്നതിനേക്കാളും നല്ലത് ചാവാണ്. IAS പാസ്സാവുന്നത് വരെ പഠിച്ചു പോന്ന്, അതിന്റെ ശേഷം ഒരു ജോലിക്ക് വേണ്ടി ഡൽഹി ധാരാളം ഓഫീസുകൾ കയറി ഒരു രക്ഷയുമില്ല, നിരാശപ്പെട്ടു. ഈ മനുഷ്യൻ ഒരു പഴയ മനുഷ്യനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ നിരാശപ്പെടണ്ട, നിങ്ങൾ കാര്യം ചെയ്യും, മണ്ണാർക്കാട് അടുത്തുണ്ട് ഒരു മഹാൻ, നിങ്ങൾ അദ്ദേഹത്തിന്റെ അടുക്കൽ ഒന്ന് പോയി വിവരം പറയും. അതെവിടെയാ? പാലക്കാട് അടുത്താ. പാലക്കാട് ഇറങ്ങാ, അദ്ദേഹം തെക്കനാ. ശരി, അല്പസ്വല്പം ചരിത്രം പറഞ്ഞു കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. ഏതായിരുന്നാലും പാലക്കാട് ഇറങ്ങി മണ്ണാർക്കാട് അന്വേഷിച്ച് കാഞ്ഞിരത്തിങ്കൽ വന്ന് മഹാനവറുകളായിരിക്കുന്ന സ്ഥലത്തെ ലക്ഷ്യമാക്കി വരുമ്പോൾ കശാലിൽ ഇങ്ങനെ ഇരിക്കേണ്ട ഒരു തന്തപ്പൊടി, അതിന്റെ അപ്പുറത്ത് കുറച്ച് ആളുകളും ഉണ്ട്. നേരെ ഇങ്ങനെ വരുന്ന സമയത്ത് പെട്ടെന്ന് ചാടിയിട്ട് എന്നെ ഫയലണ്ട് എടുക്കുക. എന്താ പഠിച്ചോനെ പറയുന്നു? ഒന്നും അങ്ങോട്ട് പറയാനുള്ള ഒരു അവസരമില്ല. ഏതോ ഒരു മനുഷ്യൻ വന്നപ്പോ ഇങ്ങോട്ട് ഫയലെടുക്ക്. അപ്പൊ ഇയാൾ അന്തം വിട്ട് നിൽക്കുക. വേഗം പെട്ടെന്ന് ഒരാളെ ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വല്ല ഓഫീസിലും പോയതാണോ? ആയെങ്കിൽ ആ ഫയലുകൾ എടുക്കി.
അപ്പൊ ആൾക്ക് വേഗം പിടികിട്ടി. ഇങ്ങനത്തെ ഒരു സംഭവമുള്ള അനുഭവത്തിലില്ലല്ലോ. വേഗം ആ ഫയൽ കൊണ്ടുവന്ന് കൊടുത്തിട്ട് തിരിച്ചു മറിച്ചും വെച്ച് അതിന്റെ പുറത്ത് പെണ്ണുണ്ടാകും. ആ പെണ്ണിന് വാങ്ങിയിട്ട് പാസ്സാക്കി വെക്കോ. ഇയാൾ അന്തം വിട്ട് നിൽക്കുക. അപ്പോ കൂടെയുള്ള ഒരാൾ ചെന്നിട്ട് വിളിച്ചൊഴിച്ചു കൊണ്ടുപോയി വിവരങ്ങളെല്ലാം അന്യോന്യം കൈമാറി. മോനെ നേരെ ഡൽഹിക്ക് വിട്ടോ, ജോലി കിട്ടുന്ന. അയാൾ അപ്പാടത് വിശ്വസിച്ചു. നേരെ ഡൽഹിയിൽ കയറി നേരെ ചെന്ന് പോന്ന ഓഫീസുകളിൽ തന്നെ ഒരു ഓഫീസിലേക്ക്, അദ്ദേഹത്തിനിക്ക് തോന്നിയ ഒരു ഓഫീസിലേക്ക് കയറി ചെന്നു. വിവരങ്ങളെല്ലാം സംസാരിച്ചു. ഫയലെടുക്കുക, ഫയലാ വെച്ചു. അതേ ഓഫീസിൽ തന്നെ അദ്ദേഹത്തിനിക്ക് ജോലി കിട്ടുന്നു. അതേ ഓഫീസിൽ തന്നെ അദ്ദേഹത്തിന്റെ റെക്കോർഡുകളെല്ലാം ശരിയാക്കി മറ്റൊരു സ്ഥലത്തേക്ക് ജോലിക്ക് ഓർഡർ ചെയ്തു. പോയിക്കോളാൻ പറഞ്ഞു. അവിടെ പോയിട്ട് ജോലി ഏറ്റെടുത്തിട്ട് ആദ്യമായി വരുന്നത് മണ്ണാർക്കാട് കാഞ്ഞിരത്തിങ്കൽ അമ്പങ്കുന്ന് മഹാനായ വീരാനൗലിയാ. ഒരു റളിയല്ലാഹു പറങ്ങൾക്ക് പേടിയാ. വീരാനൗലിയ ബാപ്പ എന്ന് പറഞ്ഞാൽ എന്താ പേടിയുണ്ടോ? ഇത് കാറ്റല്ല കാസിമി, കൊടുങ്കാറ്റാണിത്. വല്ലാത്തൊരു തള്ളലായി പോയി. IAS പാസ്സായ ഒരു കക്ഷിയായി. IASന് സെലക്ഷൻ കിട്ടുന്ന ചെയ്ത് ഇടങ്ങാറാ. അങ്ങനെ ഇടങ്ങാറായി പഠിച്ച് IAS പാസ്സായ ഒരു കക്ഷി ജോലിയൊന്നും കിട്ടാതെ ഈ സർട്ടിഫിക്കറ്റും കക്ഷത്തിൽ വെച്ച് തേരാപ്പാരങ്ങനെ തെണ്ടി നടക്കുകയാണ്. എവിടെയെങ്കിലും ഒരു പണി കിട്ടുമോ? ഒരു വില്ലേജ് ഓഫീസിൽ ഒരു പ്യൂണായിട്ടെങ്കിലും, മാണ്ട ഒരു ജ്വല്ലറിയിൽ ഒരു സെക്യൂരിറ്റിക്കാരനായിട്ടെങ്കിലും കിട്ടുമോ? ഇങ്ങനെ നടക്കുകയാണ് ഈ IASന്റെ സർട്ടിഫിക്കറ്റും കക്ഷത്തിൽ വെച്ചിട്ട്. എന്താ പോയി പറയണത്? സുഹൃത്തുക്കൾക്ക് +2ന്റെ സർട്ടിഫിക്കറ്റ് കക്ഷത്തിൽ വെച്ചിട്ട് ഇങ്ങനെ ജോലിക്ക് വേണ്ടി തെണ്ടി നടക്കുന്ന ചെറുപ്പക്കാരന്റെ കഥ അല്ലത്. ഡൽഹിയിൽ പോയി IAS പാസ്സായി ആ സർട്ടിഫിക്കറ്റ് വാങ്ങിയ ഒരു കക്ഷി പണിയൊന്നും കിട്ടാതെ തേരാപ്പാരെങ്ങനെ നടക്കുകയാണ്. അങ്ങനെ ബീരാവുലിയ പാപ്പാൻ്റെ അടുത്ത് എത്തി. ഒരാൾ പറഞ്ഞു കൊടുത്തു, ഇവിടെ അങ്ങനെ ഒരാളുണ്ട്, പോയി വെക്കുമെന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ ഒരു കസാലയിൽ ഇങ്ങനെ ഇരിക്കണ ഒരു ചന്തപ്പൊടി. അതിൻ്റെ അടുത്ത് കുറേ ആൾക്കാരുണ്ട്. അതുണ്ടാവുമല്ലോ, ഏത് മലത്തിൻ്റെ ചുറ്റുമുണ്ടല്ലോ കുറേ മണിയനീച്ചാള്. അപ്പൊ കണ്ടപ്പോൾ തന്നെ ബീരാവുലിയ പാപ്പ കൊണ്ട ഫയൽ കയറുന്നു. IAS പാസ്സായ സർട്ടിഫിക്കറ്റ് ബീരാവുലിയ പാപ്പാൻ്റെ ഒപ്പ്. ആ സർട്ടിഫിക്കറ്റ് ഡൽഹിയിൽ പോയിട്ട് അവിടെ മുമ്പ് പിന്നെ ഈ ബീരാവുലിയ പാപ്പാൻ്റെ ഒപ്പിൻ്റെ ഒരു കുറവേ പൈനുള്ളായിരുന്നു. അത് കിട്ടി. അങ്ങനെ ജോലിയും കിട്ടി. ആദ്യം പറഞ്ഞ് ഞാൻ ചെന്ന ഓഫീസിൽ തന്നെ ജോലി കിട്ടി നട്ടാ. പിന്നെ അപ്പം തന്നെ തിരുത്തിയിട്ട് പറഞ്ഞു, അല്ല വേറെ സ്ഥലത്തേക്ക് ജോലി മുമ്പ് അവിടെ നിന്ന് റെഫർ ചെയ്തിട്ട് വേറെ സ്ഥലത്ത് ജോലിയെ കിട്ടി. എന്നിട്ട് കേട്ടിരിക്കണ കൗമിനോട് ചോദിച്ചാണ്, എന്താ നിങ്ങൾക്ക് റളിയല്ലാഹുവിന് ചെല്ലാൻ വല്ല പേടിയുണ്ടോന്ന്? സംഗതി പേടിച്ചല്ല, അറ്റിങ്ങാകെ ബേജാറായതാണ്. അന്തം വിട്ട് നിൽക്കണ ഈ തള്ളു കേട്ടിട്ട്. അപ്പൊ കേൾക്കണ കൗമി റളിയല്ലാഹുവിന് ചെല്ലാതെ ഇങ്ങനെ അന്തം വിട്ട് ബേജാറായി നിൽക്കണെന്താണെന്നറിയോ? ഓല ആലോചിക്കാണ്, പടച്ചോനെ IAS പാസ്സായ ഒരു വ്യക്തിക്ക് ഇന്ത്യ രാജ്യത്ത് ജോലി കിട്ടാൻ ഇത്ര പ്രയാസമാണെങ്കിൽ വെറും ഡിഗ്രിന്റെ സർട്ടിഫിക്കറ്റും കക്ഷത്തിൽ വെച്ച് നടക്കണ ഞങ്ങളെ മക്കളൊക്കെ അവസ്ഥ എന്താ പടം ഇന്ത്യ രാജ്യത്ത്? അത് ആലോചിച്ച് ടെൻഷനായിരിക്കണം നിങ്ങൾ. അപ്പോൾ ഇയാളെ ചോദ്യം, എന്താ നിങ്ങൾക്ക് റളിയല്ലാഹുവിനെ എല്ലാം പേടിയുണ്ടാവും? പേടിച്ചതല്ല, അന്തം വിട്ടതാണ് ആകെ. ഇതും വിശ്വസിച്ചോളൂ, മുണിങ്ങി കൊടുക്കി. അന്നെയുള്ള ഖുറാഫി നിങ്ങൾ വിളിക്കണേ. ഇത് കാറ്റ് വീശണ കറാമത്ത്. ഇത് കാറ്റ് വീശണ കറാമത്ത് കാസിമി. ഇത് കാറ്റുമൊന്നും പെടും, ചുഴലിക്കാറ്റും കൊടുങ്കാറ്റിന്റെ അപ്പുറത്തേക്ക് പോകുന്നത് അമ്മാരി കാറ്റാണിത്. അപ്പൊ അതങ്ങനെ. അടുത്തത് അജ്മീർ ഖോജ, ഇന്ത്യയുടെ സുൽത്താൻ. ഇന്ത്യയിലെ പ്രധാനമന്ത്രിമാരും ആഭ്യന്തരമന്ത്രിമാരും ഇന്ത്യയിൽ ഏത് ഗവൺമെന്റിനും തീരുമാനിക്കലും മൂപ്പരാന്ന് ഒരു പല പ്രസംഗത്തിലും പറഞ്ഞിട്ടുണ്ട്. ആ അജ്മീർ ഖോജനെ കുറിച്ച് പല സ്ഥലങ്ങളിലും പല കോലത്തിലും പല ശക്തിയിലും കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നുണ്ട്. പല രീതിയിലാണ് ആ കാറ്റ് വീശുന്നത്. ഒരു ഐറ്റം വീശൽ ആദ്യം തന്നെ കേട്ടു നോക്കി. അങ്ങനെ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഈനുദ്ദീൻ തങ്ങളെ മദീനയിലേക്ക് വിളിച്ചു. അങ്ങനെ മദീനയിലേക്ക് ചെന്ന്, ചുരുക്കി പറയാ, മദീനയിൽ വെച്ച് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉണർവിയിൽ തന്നെ കാണാൻ സാധിച്ചു മുഈനുദ്ദീൻ തങ്ങൾ. അവിടുന്ന് സലാം പറഞ്ഞപ്പോൾ ഉണർവിയിൽ തന്നെ സലാം അടക്കി. അങ്ങനെ മുഈനുദ്ദീൻ തങ്ങളോട് പറഞ്ഞു, നിങ്ങളെ ഞാൻ ഇന്ത്യയിൽ രാജാവായി സുൽത്താനായി നിശ്ചയിച്ചിരിക്കുന്നു, നിങ്ങൾ ഇന്ത്യയിലേക്ക് പോകണം. മുഈനുദ്ദീൻ തങ്ങൾ ആദ്യമായിട്ട് കേൾക്കണം ഇന്ത്യ എന്നുള്ള പേര്. അങ്ങനെ മുഈനുദ്ദീൻ തങ്ങളോട് റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ ഇന്ത്യയിൽ അജ്മീർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, അജ്മീർ എന്ന് പറയുന്ന ആ സ്ഥലത്തേക്ക് പോകണം. മുഈനുദ്ദീൻ തങ്ങൾ ബേജാറായി. അവിടുന്ന് പറഞ്ഞു റസൂലുള്ളാഹിനോട്, നബിയെ, എനിക്ക് ഇന്ത്യയും അജ്മീറും ഒന്നും അറിയില്ലല്ലോ, എനിക്ക് അങ്ങോട്ട് വഴിയും അറിയില്ലല്ലോ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ത്യയുടെ ഭൂപടം അങ്ങനെ ഒരു ഗോളമാക്കി കാണിച്ചു, കയ്യിൽ കാണിച്ചു. ഇതാണ് ഇന്ത്യ. ഇന്ത്യ മാത്രമല്ല, ഇന്ത്യ അടങ്ങുന്ന രാജ്യങ്ങൾ ഒരു ഭൂപടമായി കാണിച്ചു കൊടുത്തു. അപ്പോൾ മനസ്സിലാക്കി പോകുന്ന വഴി ഇങ്ങനെ, അന്നത്തെ വഴി ഇങ്ങനെ കാണിച്ചു, എല്ലാം കാണിച്ചു, അജ്മീർ വരെ എത്തുന്ന വഴി കാണിച്ചു. അങ്ങനെ മനസ്സിലായി. അപ്പൊ ഈ വീശിയ കാറ്റിലെ കഥ എന്താണ്? അജ്മീർ ഖോജ ഖാജ മുഈനുദ്ദീൻ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തേക്ക് വിളിപ്പിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഞാൻ ഇന്ത്യയിലെ സുൽത്താനാക്കിയിട്ടുണ്ട്, അവിടെ പോയിട്ട് ദഅവത്ത് ചെയ്യണം. ഉണർവിലിട്ട് അത് ആവർത്തിച്ച് പറയേണ്ടി വരും. സ്വപ്നത്തിലൊന്നല്ല, അത് പ്രത്യേകം അടിവരണം. സ്വപ്നത്തിലല്ല, ഉണർവില് റസൂല് ഖാജ മുഈനുദ്ദീനോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. നിങ്ങളെ ഡ്യൂട്ടി ഇനി മുതൽ ഇന്ത്യയിലാണ്, ഇന്ത്യയിലേക്ക് പോകണം.
അപ്പൊ ഖാജ ആകെ ടെൻഷനായി, ബേജാറായി എന്നാ പറയുന്നുണ്ട്. എന്താണ് ഇവർക്ക് ഇന്ത്യക്കുള്ള വഴി അറിയില്ല, വല്ലാത്തൊരു കെണിയായി പോലത്. ലോകം മൊത്തം നിയന്ത്രിക്കുന്ന മുദബ്ബിറുലാലും കുത്തുബുലാലും കേട്ട മൂപ്പര് ഇയാളും ഈ ഖാജ മൊയ്നുദ്ദീന് ഇവിടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഈ മടവൂരിന്റെയും ഇതിനൊക്കെ മുകളിൽ കിടക്കുന്ന ആളാണ് ഈ ഖാജ മൊയ്നുദ്ദീന്. മൂപ്പർക്ക് ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും അറിയാം. ലോകത്തിന്റെ മുക്കിലും മൂലയിലും ഓരോ കൂരിരുട്ടിലും ഓരോ സെക്കൻഡിലും നടക്കുന്ന ഒരു ഇലയുടെ ചലനം പോലും മൂപ്പർക്ക് അറിയാം. പക്ഷെ ഇന്ത്യയിലേക്കുള്ള വഴി അറിയില്ല. എത്തപ്പോ ഇതിന് കാട്ടണം? അങ്ങനെ മൂപ്പര് ഇങ്ങനെ ആകെ മൂടും ചൊറിഞ്ഞിട്ട് എങ്ങനെ എനിക്ക് ഇന്ത്യയിലേക്കുള്ള വഴി അറിയില്ല, ഞാൻ എങ്ങനെ പോവുക? ഫ്ലൈറ്റിലാണോ പോവുക, കപ്പലിലാണോ പോവുക, അതുപോലെ KSRTC പിന്നെ തൂങ്ങിപ്പോവേ, അതാ കാളവണ്ടിന്റെ പിന്നിൽ ഇരുന്ന് പോവേ, നടന്നു പോവേ, എന്താ ഞാൻ ചെയ്യേണ്ടത്? പോകാനാണെങ്കിൽ വഴി അറിയില്ല, എന്താ റസൂല് ഞാൻ കാട്ടേണ്ടി വെച്ചപ്പോൾ റസൂല് ഗ്ലോബിനെടുത്തു, ലോകത്തിന്റെ ഗ്ലോബ് ഇങ്ങനെ തൊട്ട് കാണിച്ചു കൊടുത്തു, ഇതാകുന്നു ഇന്ത്യ. മൂപ്പരിങ്ങനെ ആലോചിച്ചു. ആ ഇന്ത്യൻ്റെ കോലൊക്കെ കണ്ടപ്പോൾ ഇതാണ് ഇന്ത്യയിലെ. അതിൻ്റെ അടിയിൽ ആ കൈപ്പങ്ങന്മാർ കിടക്കുന്നതാണ് കേരളം. ആ കേരളത്തിലുണ്ട് കുറേ മൊയ്ന്ത് മൂല്യന്മാർ. ഒരാളെ ഭാവിയിൽ ഇനിയിപ്പോൾ എൻ്റെ കഥകളൊക്കെ പ്രചരിപ്പിക്കാറുള്ളത്. അപ്പം ഇനി പോവന്നെ. അങ്ങനെ മൂപ്പര് ഇവിടെ വന്നിട്ട് ഖാജ മൊയ്നുദ്ദീൻ രാജസ്ഥാനിൽ വന്നിട്ട് ഇവിടെ പ്രബോധനമൊക്കെ നടത്തിയിട്ട് അങ്ങനെ ഇന്ത്യയുടെ സുൽത്താനായി. അന്നു മുതൽ ഇന്ന് വരെ ഇന്ത്യയിലെ ഓരോ ഭരണകർത്താക്കളും തീരുമാനിക്കുന്നത് മൂപ്പരെന്നാണ്. ഇത് സാധാരണ എല്ലാ മൊല്ലമാരും പറയുന്ന കഥയാണ്, എല്ലായിടത്തും വീശുന്ന കാറ്റ് തന്നെയാണത്. ഇനി ഇതേ കാറ്റ് ഇതേ മല്ല വേറൊരു രീതിയിൽ വീശുന്നത് നിങ്ങളൊന്ന് കേട്ടുവെക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അജ്മീർ ശൈഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, യാ ബുനയ്യ യാ മുഈനുദ്ദീൻ, എൻ്റെ കുഞ്ഞിമോനെ മുഈനുദ്ദീൻ. റസൂലുള്ളാഹി പേര് വിളിച്ചു മുഈനുദ്ദീൻ. നീ ഇവിടെ നിന്നാൽ പോരാ, നീ ഇന്ത്യയിലേക്ക് പോവണം. ഇന്ത്യ കുറെ അകലെയാണ് കേട്ടോ. അജ്മീർ ശൈഖ് റളിയല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം കുറെ അകലെയാണ് ഇന്ത്യ. ഇന്ത്യയുടെ ഭാഗത്തേക്ക് തീരെ ചിന്തിച്ചിട്ട് പോലും ഇല്ല. അങ്ങനെ അജ്മീർ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ഇന്ത്യയെക്കുറിച്ച് എനിക്ക് യാതൊരു ഐഡിയയും ഇല്ല. എവിടെയാണ് ആ സ്ഥലം, എങ്ങോട്ടാണ്, എങ്ങനെയാണ് അങ്ങോട്ട് പോവേണ്ടത്, വഴി അറിയില്ല, ഞാൻ അങ്ങോട്ട് പോവും. അങ്ങനെ അജ്മീർ ശൈഖ് റളിയല്ലാഹു തആല അൻഹു അന്ന് രാത്രി ഉറങ്ങുന്നു. രാത്രി ഉറങ്ങുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സ്വപ്നത്തിൽ വരുന്നു. അവരോട് പറയുന്നു, നിങ്ങൾ ഇന്ത്യയിൽ പോയി ജനങ്ങൾക്ക് ശാന്തിയും സമാധാനവും ദർശനവും നൽകണം. അങ്ങോട്ട് പോവേണ്ടത് വഴികളൊക്കെ അല്ലാഹുവിന്റെ റസൂൽ സ്വപ്നത്തിൽ കാണിച്ചു കൊടുക്കുന്നു. പേരുകളൊക്കെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുന്നു. ഇന്ത്യയിലേക്കുള്ള വഴി പേര് പറഞ്ഞു കൊടുക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ അറിയാത്ത നാടുണ്ടോ? ഒരേ മൊല്ല രണ്ട് പ്രാവശ്യം, ഒരേ കാറ്റ് രണ്ട് പ്രാവശ്യം വീശിയപ്പോൾ രണ്ട് കോലത്തിലാണ് വീശിയത്. നേരത്തെ പറഞ്ഞ ക്ലിപ്പിൽ എന്താ ഉള്ളത്? അജ്മീർ ഖോജയെ റസൂൽ മദീനയിലേക്ക് വിളിപ്പിച്ചു. ഉണർവില്, ഉറക്കത്തിലൊന്നല്ല. എന്നിട്ട് റസൂല് അജ്മീർ ഖോജന്റെ മുമ്പിൽ നിന്ന് സംസാരിച്ചു, ഇന്ത്യയിലേക്ക് പോകണം. അപ്പൊ എനിക്ക് വഴി അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു ഗ്ലോബ് എടുത്ത് കാണിച്ചു കൊടുത്തു. ആ ഗ്ലോബിന്റെ മുക്കും മൂലയും തൊട്ട് കാണിച്ചു കൊടുത്തു, ഇതാണ് ഇന്ത്യയിലേക്ക് പോകേണ്ട റൂട്ട്. ഇവിടെ എത്തിയപ്പോഴോ? അപ്പൊ ഉണർവിലല്ല, ഉറക്കത്തില്. ഇന്ത്യയിലേക്ക് പോകേണ്ട വഴി റസൂല് ഉറക്കത്തിൽ വന്ന് പറഞ്ഞു കൊടുത്തു. കൃത്യമായി ഓരോ സ്ഥലവും ഉറക്കത്തിൽ വന്ന് പറഞ്ഞു കൊടുത്തു. നേരത്തെ വീശിയ കാറ്റില് കഥയിൽ ഉണർവിലാണ് റസൂല് വന്നതെങ്കിൽ ഇപ്പോൾ വീശിയ കാറ്റിൽ ഉറക്കത്തിലായിപ്പോയി. ഉറക്കത്തിൽ റസൂൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞെടുത്തു. രൂപർ ചോദിക്കാണ്, അള്ളാഹിന്റെ റസൂലിന് അറിയാത്ത നാടുണ്ടോ? അല്ല മൊയ്തേ, തിരിച്ചൊന്ന് ചോദിക്കട്ടെ, അജ്മീർ ഖോജക്ക് അറിയാത്ത നാടുണ്ടോ? അജ്മീർ ഖോജങ്ങളെ വലിയ വലിയല്ലേ, കുത്തുബുൽ ആലമല്ലേ, ആ കാലഘട്ടത്തിലെ കുത്തുബല്ലേ, കുത്തുബുൽ അക്താബല്ലേ, മുദബ്ബിറുൽ ആലമല്ലേ, ലോകത്തിന്റെ മുക്കിലും മൂലയിലും നടക്കുന്ന എല്ലാ കാര്യങ്ങളും അതാത് സെക്കൻഡിൽ അറിയുന്ന ആളല്ലേ? ഒരു കൊടുങ്കാട്ടിൽ കൂരാക്കൂരി ഉരുട്ടിൽ കറുത്ത പാറയുടെ മുകളിലൂടെ അരിച്ചു പോകുന്ന കറുത്ത ഉറുമ്പിന്റെ കാൽപാദം പോലും അറിയുന്ന ആളല്ല മന്റെ അജ്മീർ ഖാജ. ആ അജ്മീർ ഖോജക്ക് അറിയാത്ത നാടുണ്ടോ? പിന്നെ എന്തിനാണ് റസൂലിനെ പറ്റിച്ചതാണോ? പറയൂ ഖുറാഫി. നീട്ടിക്കുറുക്കി നമ്മളൊന്ന് ചോദിച്ചു നോക്കുക. അപ്പൊ ഒരേ കാറ്റ് രണ്ട് പ്രാവശ്യം വീശിയപ്പോ രണ്ട് കോലത്തിലാണ് വീശിയത്. ഇനി നമ്മളെ മറ്റാളുണ്ടെന്നത് കാറ്റ് വീശുന്ന കറാമത്തുകൾ എതിർക്കുന്ന ഖാസിമി അവർകൾ അച്ചങ്ങായി ഒന്ന് വീശി കൊടുത്തപ്പോ ഈ കഥ വേറെ കോലത്തിലാവുന്നത്. കേട്ടോളി. എപ്പോഴും വിശക്ക, വൈകുന്നേരം ഒരു കാരക്കയുടെ കഷ്ണം കൊണ്ട് നോമ്പ് തുറക്കുക, സുബഹിക്ക് മുമ്പ് ഒരു ഉറ്റി വെള്ളം കുടിച്ചിട്ട് നോമ്പ് വെൽക്കുക. അങ്ങനെ 20 കൊല്ലം നോമ്പോറ്റു ഹസൻ എന്ന കുട്ടി. ആര് നോമ്പൊലിപ്പിച്ച്? ഉസ്താദ് ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹു അൻഹു. ഏത് കുട്ടിയെ? ഹസൻ എന്ന കുട്ടിയെ. 20 കൊല്ലം കഴിഞ്ഞപ്പോൾ ഉസ്താദും ശിഷ്യനും കൂടി റൗള സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോയി. അപ്പോൾ വഫാത്തായി കിടക്കുന്ന ഹബീബ റസൂലുള്ളാഹിയുടെ റൗളയിൽ നിന്ന് വിളിയാളമുണ്ടായി, നിന്റെ ശിഷ്യന് പൂർത്തിയായിട്ടുണ്ട്, ഈ ശിഷ്യനെ ഇന്ത്യയിലേക്ക് പറഞ്ഞയച്ചു, അവിടെയാണ് ആള് വേണ്ടത്. ആ ശിഷ്യനെ വേഗം ഇന്ത്യയിലേക്ക് പറഞ്ഞയച്ചു. ആ ശിഷ്യനാണ് അജ്മീറിൽ കിടക്കുന്ന ഖാജ. ഈ കാറ്റ് എങ്ങനെയുണ്ട്?
നേരത്തെ വീശ രണ്ട് കാറ്റിന്റെയും കോലത്തിലല്ല ഈ കാറ്റ്, ഇത് കുറച്ചും കൂടി വ്യത്യസ്തമായ ഒരു കാറ്റാണിത്. അജ്മീർ ഖ്വാജയുടെ ഉസ്താദായ ഉസ്മാനുൽ ഹാറൂനി ശിഷ്യനേറ്റ് മദീനത്ത് ചെന്നു. അപ്പൊ സ്വപ്നത്തിലുമല്ല ഉണർവിലുമല്ല റസൂലിന്റെ ഖബറിന്റെ ഉള്ളിൽ നിന്ന് വെളിയാളം വന്നു, ഈ കുട്ടിനെ അജ്മീറിലേക്ക് വിടണം ദൈവത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ ആ കുട്ടി അജ്മീറിലെത്തി. ആ കുട്ടിയാകുന്നു ഖാജ മുഈനുദ്ദീൻ അൽ ചിസ്തി. എങ്ങനെയുണ്ട് ഈ കാറ്റ്? ഇതിലിപ്പോ എങ്ങണ്ട് വീശ കാറ്റാണ് ആൾക്കാർ കൊള്ളേണ്ടത്? ഇതിൽ ഏത് കാറ്റിലാണ് സത്യമുള്ളത്? അപ്പൊ ഈ കാറ്റ് വീശുന്ന കറാമത്ത് കഥകളിൽ കാസിമിയുടെ പങ്കെന്ത്? കാസിമി മറുപടി പറട്ടെ. ചിലക്കാൻ 100 നാവാണല്ലോ, പറങ്ങണ്ട് മറുപടി. നിങ്ങളൊക്കെ ഇരുത്തേണ്ടടുത്ത് ഇരുത്താൻ ഞങ്ങൾക്കറിയാം ഇൻഷാ അല്ലാഹ്. മറുപടി പറയാം. ആ പഴയ ചിലക്കലൊന്നും ഇപ്പൊ കാണുന്നില്ലല്ലോ. അപ്പൊ ബാക്കിയുള്ള ഖുറാഫികൾ എന്തെങ്കിലും തൊള്ളർന്നു കഴിഞ്ഞാൽ, കറാമത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാറ്റ് വീശുന്ന കള്ള കറാമത്തുകൾ. ബഹുമാനപ്പെട്ട നോമവറുകൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് പരിശുദ്ധമായ സ്വഹിയായ നല്ല കറാമത്തുകൾ. ഇതിനൊക്കെ ചികിത്സ വേറെയാണ്, മനസ്സിലായോ? അത് ഖുറാഫിയൊക്കെ അറിയാത്തോണ്ടാണ് എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഏതായാലും ഇരിക്കട്ടെ, വ്യത്യസ്ത രീതിയിൽ വീശിയ കാറ്റിന്റെ ഉദാഹരണങ്ങളാണ്. ഇനിയുണ്ട് ഇഷ്ടംപോലെ വരും ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഒന്ന് കാത്തിരിക്കി, കാസിമിയും അനുയായികളൊക്കെ ഒന്ന് കാത്തിരിക്കി. നിങ്ങൾ പല കോലത്തിൽ പലയിടത്തും വീശിയ കാറ്റുകളൊക്കെ നമ്മളെ കയ്യിലുണ്ട്. ചുരുക്കി പറയാം, ഇതിപ്പോ അജ്മീർ ഖ്വാജന്റെ ചരിത്രമുള്ളൂ. ഈ അജ്മീർ ഖ്വാജനെ ഇന്ത്യയിലേക്ക് എന്തിനാ പറഞ്ഞയച്ചത്? സ്വപ്നത്തിലാണെന്ന് ഒരു പ്രാവശ്യം, ഉണർവിലാണെന്ന് വേറൊരു പ്രാവശ്യം, അല്ല റൗളന്റെ ഉള്ളിൽ നിന്ന് വിളിയാളുണ്ടായതാണ് വേറൊരു പ്രാവശ്യം. പല രീതിയിലും കാറ്റ് വീശി ഇരിക്കട്ടെ. എന്നിട്ട് ഇന്ത്യയിലേക്ക് എന്തിനാ പറഞ്ഞയച്ചത്? ദൈവത്തിന്. എന്നിട്ട് ദൈവത്തെ മൂപ്പരിവിടെ നടത്തിയത്, മൂപ്പരിവിടെ നിന്ന് കണ്ട് ലോട്ടറിന്റെ ഏജന്റായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു. ഞാൻ അത് വെറുതെ പറയല്ല, ഈ ഖുറാഫികൾ തന്നെ പറട്ടെ. അവിടെ അജ്മീറിന്റെ ഭാഗത്ത് ജോലി ചെയ്തിരുന്ന ഒരു പോലീസ്, അദ്ദേഹം അമുസ്ലിമാണ്, കേരളക്കാരനാണ്. അദ്ദേഹത്തെ പറ്റി വിവരമുള്ള ഒരാൾ എന്നോട് പറഞ്ഞു, ആ പോലീസ് അജ്മീറിന്റെ ആ ഭാഗത്താണ് ജോലി ചെയ്യുന്നത്, പക്ഷെ വീട് ഇവിടെ കേരളത്താണ്. ഉപ്പ ഫോൺ ചെയ്ത് പറഞ്ഞു, മോനെ നമ്മളെ വീട്ടില് പെങ്ങളെ കല്യാണം ഉണ്ട്, ആ കല്യാണത്തിന് നീ വേണ്ടതൊക്കെ സഹായിക്കണം. അപ്പൊ ഈ പോലീസിന്റെ കയ്യിൽ, ഇദ്ദേഹം അജ്മീറിൽ ജോലി ചെയ്യുകയാണെങ്കിലും പോലീസിൽ ജോലി ചെയ്യുകയാണെങ്കിലും പറഞ്ഞ സംഖ്യ ഒന്നും കൊടുക്കാൻ ഒന്നുമില്ല, ഭയങ്കര വിഷമത്തിലായി. അത് അജ്മീർ ഷെയ്ഖിന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഈ സങ്കടം പറഞ്ഞു. ആള് മുസ്ലിമാണ്, കരഞ്ഞു പറഞ്ഞു. ഏതോ ഒരാൾ മക്കാമെന്ന് 50 പൈസ എടുത്തു, അജ്മീർ ഷെയ്ഖ് കൊടുക്കാൻ തോന്നിപ്പിക്കണതാ. അതെടുത്തിട്ട് അദ്ദേഹം പുറത്തിറങ്ങിയപ്പോൾ തോന്നി അവിടെ ഒരു ഭാഗ്യക്കുറി ഒന്ന് എടുത്തവർക്കല്ലോ തോന്നി. അങ്ങനെ ഭാഗ്യക്കുറി എടുത്തു ആ 50 പൈസക്ക്. അതിലെന്നെ എന്ത് കിട്ടി? അദ്ദേഹത്തിന് ആ ഭാഗ്യക്കുറി അടിച്ചു. ആ പൈസയും കൊണ്ട് അദ്ദേഹം വീട്ടിലേക്ക് സന്തോഷമായി വീട്ടിലേക്ക് വരിക. കണ്ടോ, ഇതാണ് അജ്മീർ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ പണി. അപ്പൊ ഇതാണ് അജ്മീർ ഖ്വാജന്റെ പണി. എല്ലാ ഹറാമിനും കൂട്ടിക്കുക, കറാമത്തിലൂടെ ഹറാമ് പ്രചരിപ്പിക്കുക, ഹറാമിന് കൂട്ടിക്കുക. കേരളത്തിലുള്ള ഒരു അമുസ്ലിം പോലീസുകാരൻ, അജ്മീറിൽ ജോലി ചെയ്തിരുന്ന ഒരു പോലീസുകാരൻ, കൈക്കൂലിയൊന്നും വാങ്ങാത്ത ഒരു നല്ല പോലീസുകാരൻ, പൈസ ഇല്ല. അങ്ങനെ പെങ്ങളെ കല്യാണത്തിന് ഇയാളെ കയ്യിൽ 10ന്റെ പൈസ ഇല്ല. അപ്പൊ അജ്മീർ ഖ്വാജന്റെ അടുത്ത് പോയി, എല്ലാ ഖുറാഫികളാണ്ടുള്ള പോലെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും. അപ്പൊ അവിടുന്ന് ഒരാൾ 50 പൈസ കൊടുത്തു. അത് അജ്മീർ ഖ്വാജ തോന്നിപ്പിച്ചതാണ് പൈസ കൊടുക്കാന്. മൂപ്പര 50 പൈസയിട്ട് പോയിട്ട് ലോട്ടറി എടുത്തു. അതും അജ്മീർ ഖ്വാജ തോന്നിച്ചതായിരിക്കുമല്ലോ ലോട്ടറി എടുക്കാന്. അതിന് 1ാം സമ്മാനം അടിച്ചു. അങ്ങനെ മൂപ്പര എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ തീർന്നു, ഹാപ്പിയായി, മൂപ്പര് കൃതാർത്ഥനായി. ഇതാണ് അജ്മീർ ഖ്വാജന്റെ കറാമത്ത്, ഹറാമിന് കൂട്ടിക്കുക. ഇനി അടുത്ത കറാമത്ത് വരും. വേറൊരുത്തൻ കഞ്ചാവ് അടിച്ചുകൊണ്ട് നടക്കണം, അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരാൾക്ക് മയക്കുമരുന്നൊന്നും വലിക്കാൻ പൈസ ഇല്ലായിരുന്നു. അങ്ങനെ എവിടുന്ന ഒരാൾ കുറച്ച് മയക്കുമരുന്ന് കൊടുത്തു, അത് അയാൾ വലിച്ചു, റാഹത്തായി. അത് അജ്മീർ ഖ്വാജ തോന്നിച്ചതാണ്, ആ മറ്റേ ആൾ അജ്മീർ ഖ്വാജ പറഞ്ഞയച്ചതാണ്. ഇതാണ് അജ്മീർ ഖ്വാജന്റെ പണി. അപ്പൊ അജ്മീർ ഖ്വാജനെ ഇന്ത്യയിലേക്ക് പറഞ്ഞയച്ചത് എന്തിനാണ്? ലോട്ടറി എടുപ്പിക്കാൻ, ഈ വക ഹറാമുകളൊക്കെ ചെയ്യിപ്പിക്കാൻ. അതിനപ്പോ റസൂൽ അജ്മീർ ഖ്വാജനെ ഇന്ത്യയിലേക്ക് പറഞ്ഞയച്ചത്. എന്താണ് ഇവർക്ക് കറാമത്ത് അല്ലാത്തത്? ഇസ്ലാം വിരോധിച്ച എല്ലാ ഹറാമും ഇവർക്ക് കറാമത്ത്. ഇസ്ലാം കൽപ്പിച്ച ഒരു കാര്യവും പോലെ വലിയ ചെയ്യൂല, അതും കറാമത്ത്. ചെയ്യരുതെന്ന് ഇസ്ലാം പറഞ്ഞ എല്ലാ കാര്യങ്ങളും വലിയ ചെയ്യും, വലിയ എന്ന് പറയുന്ന വിരാന്തം ചെയ്യും, അതിന് കൂട്ടു നിൽക്കും, അതൊക്കെ കറാമത്ത്. ആരാണ് ഇവിടെ കറാമത്തിനെ പരിഹസിക്കുന്ന കൂട്ടർ? ഈ കേരളത്തിലെ സമസ്ത ഖുറാഫി മൊല്ലമാർ. വേറെ ആരാ? ഇന്ന് വരെ ഇവിടുത്തെ ഒരു സലഫി ഒരു കറാമത്തിനെ പരിഹസിക്കുന്നത് നിങ്ങൾ ആരും കേട്ടിട്ടുണ്ടോ? ഇസ്ലാമിലെ പവിത്രമായ ഒരു വിശ്വാസമാണ് കറാമത്ത്. അതുള്ള അണ്ടന്റെ അടകോടന്റെ തലയിൽ വെച്ച് കെട്ടി എല്ലാ ഹറാമുകളും കറാമത്തായി പ്രചരിപ്പിക്കുന്ന ഈ ഖുറാഫി മൊല്ലമാരിലോ കേരളത്തിലെ ഏറ്റവും വലിയ കറാമത്ത് നിഷേധികൾ അല്ലേ? ഒരു പേര് ഞങ്ങൾക്കാ. കാറ്റ് വീശുന്ന കറാമത്തിന് ഇതിനെ ആഞ്ഞടിച്ച കാസിമി വിശ്വസിക്കൊണ്ടോ? അതൊക്കെ അജ്മീർ ഖ്വാജ ലോട്ടറി എടുപ്പിച്ചു എന്ന്. അങ്ങനെയാണെങ്കിൽ നാളെ അജ്മീർ ഖ്വാജ പെണ്ണുടിപ്പിച്ചു എന്നും പറയുമല്ലോ നിങ്ങളൊക്കെ, കറാമത്തായിട്ട് അവതരിപ്പിക്കുമല്ലോ നിങ്ങളൊക്കെ. എന്തൊരു കഷ്ടാണ് കൂട്ടരത്. കഴിഞ്ഞില്ല, കാറ്റ് വീശുന്ന കറാമത്തിനെതിരെ ആഞ്ഞടിച്ച കാസിമിയുടെ പുതിയ കറാമത്ത് കേട്ടോളി. ഏറ്റവും വലിയ MDക്ക് പഠിക്കാൻ പോയി എക്സാം എഴുതുന്ന ഡോക്ടർ പരീക്ഷയുടെ തലേന്ന് ഒന്നും പഠിക്കാതെയായി ബുദ്ധിമുട്ടിയ ഒരു സാഹചര്യം വന്നപ്പോൾ ശംസുലേക്ക് ഫോൺ ചെയ്തു, എനിക്ക് നാളെ പരീക്ഷ ഒന്നും നോക്കിയിട്ടില്ല, പേടിയാണ്, നാളെ
പരീക്ഷ എഴുതേണ്ട ദിവസമാണ്, എന്താ ചെയ്യേണ്ടത്, എവിടെയാ പരീക്ഷ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു പരീക്ഷ മൈസൂരിലാണ്. അപ്പോൾ പറഞ്ഞു മൈസൂരിൽ ഏൽപ്പിക്കപ്പെട്ട ആൾ ഞാനല്ല, മൈസൂരിൽ ഏൽപ്പിക്കപ്പെട്ട ആൾ ടിപ്പു സുൽത്താൻ വലിയുവായിയാണ്, അവിടെ പോയിക്കോ. എന്നിട്ട് അവിടെ പോയിട്ട് ഒരു ദ്വാ ചെയ്യേ, പാട്ടൊരു ദ്വാ ചെയ്യേ, എന്നിട്ട് അവിടെ കാണുന്ന ഹാദിമ്യങ്ങൾക്കൊക്കെ അങ്ങോട്ട് സദഖ ചെയ്യേ, എന്നിട്ട് മിണ്ടാതെ അങ്ങോട്ട് പോര്, പരീക്ഷ എഴുതിക്കോ എന്ന് പറഞ്ഞു. ആ ഡോക്ടർ ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ സ്കിന്നിന്റെ ഡോക്ടറാണ്. ആ നേരത്തെ പറഞ്ഞത് നമ്മൾ ആദ്യത്തെ ക്ലിപ്പ് ഏതാണ്? IAS പാസ്സായി ആ സർട്ടിഫിക്കറ്റും കക്ഷത്തിൽ വെച്ച് ജോലി കിട്ടാതെ തേരാപ്പാര നടന്ന ഒരു ഹതഭാഗ്യന്റെ കഥ. പല കറാമത്തുകൊണ്ട് അയാൾക്ക് ജോലി കിട്ടി. ഇത് MDക്ക് പഠിക്കുന്ന വലിയൊരു ഡോക്ടർ, മൂപ്പര് പരീക്ഷന്റെ തലേന്ന് ഒന്നും പഠിക്കാൻ പറ്റിയില്ല. അപ്പൊ മൂപ്പര് എന്ത് ചെയ്തു? EK അബൂബക്കർ മുസ്ലിയാരെ വിളിച്ചുകൊണ്ട് പരാതി പറഞ്ഞു. കാരണം MDക്ക് പഠിക്കുന്ന ഡോക്ടർ ഫത്തുൽ മുഈനാണ് സാധാരണ ഓതല്, EKനെ വിളിച്ച് പരാതി തരാന്. അപ്പൊ ഈ ചോദിച്ചു, എവിടെ എനിക്ക് പരീക്ഷ? മൈസൂർ. മൈസൂർക്ക് നിയോഗിക്കപ്പെട്ട ആൾ ഞാനല്ല, ടിപ്പു സുൽത്താൻ ഔലിയാണ്. അങ്ങനെ അവിടെ പോയിട്ട് ടിപ്പു സുൽത്താന്റെ ഖബറിൽ പോയിട്ട് അവിടെ അങ്ങനെ തൊള്ളയും മുടിച്ച് നടക്കുന്ന കുറെ മൂല്യന്മാരുണ്ടാവും, അവർക്ക് സ്വതക്ക കൊടുത്താളാ എന്നാ ക്ലിയർ ആയിക്കോളൂ എന്ന് പറഞ്ഞു. അയാളൊന്ന് കേരളത്തിലെ ഏറ്റവും വലിയ സ്കിന്നിന്റെ സ്പെഷ്യലിസ്റ്റ് ആണ്. അപ്പൊ പല ഔലിയാക്കൾക്ക് ഓരോ ഏരിയ ഉണ്ട്, അങ്ങനെ എല്ലായിടത്തും കയറി ഇടപെടാനൊന്നും പറ്റൂല. ജില്ലാ കളക്ടർമാരെ മാറി ഓരോ ജില്ലക്കും ഓരോ കളക്ടർ, ഒരു കളക്ടറുടെ അധികാര പരിധിയിൽ മറ്റേ കളക്ടർ കൈയെടുത്താൻ പാടില്ലല്ലോ, പ്രശ്നമാണല്ലോ എന്ന് പറഞ്ഞ മാതിരി കേരളത്തിന്റെ ഉത്തരവാദിത്തം മാത്രമാണ് ഈ അബൂബക്കർ മുസ്ലിയാർക്കും മടവൂർക്കും വടകര മമ്മദാജിക്കും ഇതുപോലത്തെ ആൾക്കാർക്ക്. അതിർത്തിയാണ് വിട്ടു കഴിഞ്ഞാൽ സംസ്ഥാനം മാറി കർണാടകത്തിൽ എത്തി കഴിഞ്ഞാൽ പിന്നെ ടിപ്പു സുൽത്താന്റെ അധികാര പരിധിയാണ്. അവിടുത്തെ പ്രശ്നങ്ങൾ മൂപ്പരോടെ പറയാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ചിലപ്പോൾ ടിപ്പു സുൽത്താൻ നേരെ പോയിട്ട് അജ്മീർ ഖവാജനോട് പരാതി അറിയുന്നത് ഈ കർണാടക ഏരിയ എൻ്റെ ഏരിയയാണ്, ഇതിൻ്റെ അടുത്ത് വരേണ്ട ഒരു മുരീദിന്റെ പ്രശ്നങ്ങൾ EK അബൂബക്കർ മുസ്ലിയാർ തീർത്തു കൊടുത്തിട്ടുണ്ട്, ഇത് എൻ്റെ അധികാരത്തിലുള്ള കൈക്കടത്തലാകുന്നു, ഇതിൽ എനിക്ക് അങ്ങേയറ്റം പ്രതിഷേധമുണ്ട്. അപ്പൊ അജ്മീർ ഖാജ EK അബൂബക്കർ മുസ്ലിയാരും ടിപ്പു സുൽത്താനെ വിളിച്ച് എന്താ അപ്പോ മുപ്പര അധികാര പരിധിയിലേക്ക് കൈകടത്താൻ എനിക്ക് കേരളത്തിലെ കാര്യം നോക്കിയ പോലെ കർണാടകത്തിലെ കാര്യം നോക്കാൻ ടിപ്പു സുൽത്താൻ ഏൽപ്പിച്ചിട്ടില്ലേ, അതുകൊണ്ട് ഒരു അരമണിക്കൂർ കാലിന്റെ മുട്ടുമ നിൽക്ക് പണിഷ്മെന്റും കൊടുത്തു. എങ്ങനെ ഉണ്ടാവും? എന്താണോ ഹങ്ക ഈ പറയണത്? എന്താ ഈ പറയണത്? ഇങ്ങനെ ഓരോ തോന്നിയാസങ്ങളെ വിളിച്ചു പറയാ, എന്നിട്ടോ കാറ്റ് വീശുന്ന കറാമത്ത് കള്ളക്കറാമത്ത് പ്രചരിപ്പിക്കുന്നു. എല്ലാവരും നാവൂരിപ്പ കറാമത്താണ്, എന്റെ നാവൂരിപ്പ എന്താ കറാമ്പറപ്പോ? ഇതെന്താ? എന്താണോ ഇതിനൊക്കെ രേഖ? എന്താ ഇതിനൊക്കെ തെളിവ്? തള്ളിവിടുന്നെ. എന്താ അതിന് രേഖ? എന്താ അതിന് സനത്? ആ മഹാനവറുകൾ മറ്റേ മഹാനവറുകളോട് പറഞ്ഞിരിക്കുന്നു, ആ മഹാനവറുകൾ മറ്റേ ഉസ്താദിനോട് പറഞ്ഞിരിക്കുന്നു, ഉസ്താദിന്റെ കീഴിൽ പഠിക്കുന്ന മുതാലിമിനോട് പറഞ്ഞിരിക്കുന്നു, ആ മുതാലിം എന്നോട് പറഞ്ഞിരിക്കുന്നു. ക്ലിയർ? ഇതൊക്കെ അല്ലേ സനത്? ഇതെന്നടോ ഈ കാറ്റ് വീശുന്ന കറാമത്ത് എന്ന് പറയുന്നത്. കാസിമി കേട്ടോ, ഇതിൽ നിന്നും ഒരു കാസിമിയും ഒഴിവല്ല, ഒരു ഖുറാഫിയും ഒഴിവല്ല. മനസ്സിലായി നിങ്ങൾക്ക്? അപ്പൊ ഈ വക വഷളത്തരങ്ങൾ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന കാസിമി അടക്കമുള്ള മൊല്ലമാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, കാസിമിന്റെ ക്ലിപ്പിൽ തന്നെ ലാസ്റ്റ് പറഞ്ഞൊരു ഭാഗമുണ്ട്, അതാ ഞങ്ങൾക്ക് പറയാനുള്ളത്. അതൊന്ന് കേൾക്കി. പറയണ്ട, നിങ്ങൾ പറയിപ്പിക്കണ്ട, നിങ്ങൾ ഏർപ്പാട് നിങ്ങൾക്ക് നിർത്തുന്ന നല്ലത്, മനുഷ്യന്മാരെ കുരങ്ങാക്കരുത്. ഇതാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. പറയണ്ട നിങ്ങൾ, പറയിപ്പിക്കണ്ട നിങ്ങൾ, ഈ ഏർപ്പാട് നിങ്ങൾക്ക് നിർത്തുന്ന നല്ലത്, മനുഷ്യന്മാരെ കുരങ്ങാക്കരുത്. കാസിമി സമസ്തന്റെ എല്ലാ മൊല്ലമാരോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ തോന്നിയാസ കറാമത്തുകൾ, ഈ കേട്ടിമ കേട്ടതും കണ്ടിമ കണ്ടതും അങ്ങനെ ഓരോ കാലക്കീലകള് എല്ലാ പീറ കിതാബൊന്നും കൂറ കിതാബൊന്നും നുള്ളിപ്പെറുക്കി തെണ്ടിപ്പെറുക്കി എടുത്തിട്ട് ആ വലിയ കാര്യമായിട്ട് സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുക. ഓൻ പറഞ്ഞ കറാമത്ത് കള്ള കറാമത്ത്, ഓന്റെ ഔലിയ കള്ള ഔലിയ, ഞാൻ പറഞ്ഞ കറാമത്ത് സ്വഹിയായ കറാമത്ത്, ഇന്റെ ഔലിയ നല്ല ഔലിയ. ഇതല്ല ഇപ്പൊ നിങ്ങളെ നിലപാട്. എന്നിട്ട് ഇച്ചങ്ങായും ഇയാളെ അനുയായികളും വലിയ ഊറ്റത്തിൽ ഇങ്ങനെ വീമ്പിളക്കി നടക്കുകയാണ്. എന്ത്? കാസിമി ഉസ്താദ് വഹാബിസം ഒരു സമഗ്ര പഠനം എന്ന പരമ്പര ഇറക്കിയിട്ട് ഒരു വഹാബിക്കും അതിന് മറുപടി ഞാൻ കഴിഞ്ഞിട്ടില്ലോ. വരുന്നുണ്ട്, ഞങ്ങൾ മറുപടിയൊക്കെ ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. ഞങ്ങൾ വേണ്ടാന്ന് വിചാരിച്ച് കുറെ കാലം നിന്നു. കാരണം ഏതൊക്കെ മാനസിക രോഗികൾ എന്തൊക്കെ വിളിച്ചു പറഞ്ഞു അത് മെയിൻ ചെയ്യാവുന്നു ഞങ്ങള്. അപ്പൊ ഈ ചങ്ങായി എന്ത് ചെയ്ത് സലഫികളും വിട്ട് അതിന്റെയും മോൾക്ക് പോയി പരിശുദ്ധ കഅബയെ നിന്ദിക്കാൻ തുടങ്ങി, പരിശുദ്ധ മക്കയെ മദീനയെ കൊച്ചാക്കി സംസാരിക്കാൻ തുടങ്ങി. ഇനി ഞങ്ങൾ വിടാൻ കണ്ടിട്ടില്ല. പിടിച്ചു കെട്ടേണ്ട രീതിയിൽ പിടിച്ചു കെട്ടാൻ ഞങ്ങൾക്കറിയാം. ഇൻഷാ അല്ലാഹ്, അള്ളാന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ബടായും പറഞ്ഞ് ഇറങ്ങി ഞങ്ങളൊന്ന് കാണട്ടെ ഇൻഷാ അല്ലാഹ്. ഇയാളുടെ ഓരോ വഷളത്തരങ്ങളും ഇയാളുടെ ഓരോ വൈരുദ്ധ്യങ്ങളും സമൂഹത്തിന്റെ മുമ്പിൽ ഞങ്ങൾ തുറന്നു കേട്ടിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. സമസ്തക്കാരൊന്നും മനസ്സിലാക്കട്ടെ ഇയാൾ ആരാന്നുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.